പരസ്യചിത്രങ്ങളുടെ തമ്പുരാനെ മലയാളികൾ ഏറ്റവും അധികം കൂടുതൽ അറിഞ്ഞത് ഒരൊറ്റ സിനിമയിലൂടെയാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് അതിഗംഭീര തുടക്കമാണ്. ഈ സിനിമ കണ്ട മലയാളികൾ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു: പ്രകാശ് വർമ്മ തുടരും. എനിക്കൊപ്പം പ്രകാശ് വർമ്മയാണ്. നമസ്കാരം. ഇതൊരു ഫാൻ ബോയ് മൊമെന്റ് ആണ് കേട്ടോ. ഫാൻ ബോയ് ഒരു സിനിമയല്ലേ അഭിനയിച്ചുള്ളൂ. സിനിമ മാത്രമല്ലല്ലോ, സിനിമയ്ക്ക് അപ്പുറത്തൊരു വലിയ ലോകം. അത് നന്നായി. ഡെഫിനറ്റ്ലി അതിൽ നിന്നും കൂടി സിനിമയിൽ അറിയുന്ന പ്രകാശ് വർമ്മയെന്നേ ഉള്ളൂ അതിനർത്ഥം. അപ്പൊ അതിന്റെ അതൊരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു സിനിമയെ അഭിനയിച്ച് കഴിയുമ്പം ഈ പറയുന്ന പോലെ വേറൊരു ആഡ് ഫിലിം മേക്കറിന് കിട്ടാത്തൊരു ഒരു ഭാഗ്യം. കാര്യം പലവരും തിരിഞ്ഞു നോക്കി ഞാൻ ചെയ്ത വർക്കുകൾ കാണാൻ ഇടയാകുകയും പലരും എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം ഒരു ആഡ് ഫിലിം മേക്കർ എപ്പോഴും തണലിലല്ലേ, ആർക്കും അറിയില്ലോ ആരാ ചെയ്തത്. പരസ്യം ഇഷ്ടപ്പെട്ട ഏറ്റെടുത്താലും ആര് ചെയ്തു എന്നുള്ളത് വരുന്നില്ല. അതെ അതെ അതെ. അപ്പൊ ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ നമുക്ക് ഈ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്നും നമുക്ക് എന്നെയൊക്കെ ആരെങ്കിലും വിളിച്ചിട്ട് നല്ല കാര്യം പറഞ്ഞാൽ 3-4 ദിവസം അതുമായിട്ട് നടക്കും ഒരു സ്പേസിൽ. അപ്പൊ ഇപ്പൊ എനിക്ക് ധാരാളം പേര് വിളിച്ചിട്ട് ഇന്ന വർഷത്തിൽ ചെയ്തത് ഈ ക്യാമ്പയിൻ, പല ക്യാമ്പയിനും ഇൻഫാക്ട് പലവരും കാണുന്നത് അങ്ങനെ ഒരു ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അല്ല, അത് സത്യമാണ്. അത് വളരെ ഇതിന് ശേഷം ആളുകളുടെ സെർച്ച് കൂടിയിട്ടുണ്ട്. ആരാണ് പ്രകാശ് വർമ്മ, അദ്ദേഹത്തിന്റെ ആഡ് ഫിലിം മേക്കർ എന്നുള്ള നിലയിലെ ഒരു ടോപ്പ് ക്ലാസ് ഫിലിം മേക്കർ എന്ന നിലയിലേക്ക് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, പക്ഷെ ഇങ്ങനെ ഒരു 25 വർഷത്തെ ഒരു ജേണിയിൽ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ആക്ടറുടെ ഒരു ഇൻസ്റ്റിങ്, ഒരു ഇഷ്ടം പുറത്തെങ്ങും പറയാതെ പ്രകാശ് വർമ്മ ആഗ്രഹിച്ചതോ ഇഷ്ടപ്പെട്ടതോ ഉള്ളിലുണ്ടായിരുന്നിരിക്കുന്നു, അത് സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അതങ്ങനെ ഒരു സിനിമയുടെ ഒരു ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചൊരു നടനാകുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വളരെ സ്ട്രോങ് ആയിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഐ തിങ്ക് ജീവിതത്തിൽ നമ്മൾ അഭിനയിക്കല്ലേ, അപ്പൊ അതിന്റെ ത്രില്ല് പല സമയത്തും ചില സമയത്ത് നമ്മളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിപ്പോ വീട്ടുകാരെടുത്തോ അല്ലെങ്കിൽ കൂട്ടുകാരെടുത്തോ പറയുന്ന സമയത്ത് ആ ഒരു കാര്യം നമ്മളത് പറയുമ്പോൾ കുറച്ച് എക്സാജുറേറ്റ് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ അത് ഏക്കൂലല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ ചിലപ്പോ ഈ പറയുന്ന ഒരു മോണോ ആക്ട് ഒക്കെ ചെയ്തെന്ന് വരും. അപ്പൊ അയാൾ ഇത് പറഞ്ഞു, അപ്പൊ ഞാൻ അയാളാകും. ഇതൊക്കെ ചെറുപ്പം തൊട്ടേ ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് കൊച്ചിലെ മുതൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലറുടെ ഒരു ടേസ്റ്റിംഗ് കള്ളത്തിനെ പറയായിരുന്നു കൊച്ചിലെ. അതായത് വെറുതെ ഇപ്പൊ എന്നെ ഒരു പച്ചക്കറി വാങ്ങിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ വരുള്ളൂ. എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്നിട്ട് എന്തിനാണ് ലേറ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിനൊരു വളരെ വിശ്വസനീയമായ കൺവിൻസിങ് ആയിട്ട് ആ സമയത്ത് ചെറിയ കള്ളത്തരം കണ്ട, വലിയ കള്ളത്തരങ്ങളല്ല. സിനിമ എന്ന് പറയുന്നതും അതല്ലേ. നമ്മള് ഈ പറയുന്ന ഒരു കാര്യം സ്റ്റേജ് ചെയ്ത് ഉണ്ടാക്കി വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നതല്ലേ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ടായി കാണും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ പറയുന്നതിനൊക്കെ കൂടുതലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ പലപ്പോഴും പല സമയത്തും ഞാൻ ശ്രമിച്ചിരുന്ന ഒരു ആക്ടറിൽ നിന്ന് ചില സമയത്ത് വളരെ സട്ടിലായിട്ടുള്ള പെർഫോമൻസ്, അതും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റിൽ നമ്മൾ സിനിമയിലോ അഡ്വർടൈസിങ്ങിലോ ഒന്നും കാണാതെ ചില ജീവിതത്തിൽ മാത്രം നമ്മൾ ബിഹേവ് ചെയ്യുന്ന ചില മൊമെന്റ്, ചില രീതികളുണ്ട് ആൾക്കാർക്ക്. അത് ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇത് ഒരു ചിലപ്പോൾ പുതിയ ആക്ടർ ആയിരിക്കും, ഞാൻ ജസ്റ്റ് വല്ല റെസ്റ്റോറൻറ്റിലും കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ഫേസ് ആയെന്ന് തോന്നിയിട്ട് കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ആക്ടർ തന്നെ ആയിരിക്കാം. പക്ഷെ അവരിൽ നിന്ന് വളരെ സട്ടിലായിട്ടുള്ള നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പെർഫോമൻസ് എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നമ്മൾ ആ ആക്ടറിനെ എങ്ങനെ ബ്രീഫ് ചെയ്യുന്നു. അങ്ങനെ നല്ല മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ മാത്രമേ എന്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോയിട്ടുള്ളൂ. ഈ നമ്മൾ കാണുന്ന ഈ ആഡ്സിലെല്ലാം അങ്ങനെ എല്ലാ ആഡ്സിലും ഇൻഫാക്ട് അതേപോലെ ധാരാളം ഞാൻ മിക്കവാറും മൊമെന്റുകൾ ഉണ്ടാക്കി, ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ആഡ്. ഞാൻ പറഞ്ഞ ഫാഷൻ ഫിലിംസ് അല്ല, ഭയങ്കര ഫാഷൻ ഓറിയന്റഡ് ഫിലിംസിൽ സ്റ്റോറി ഉണ്ടാകാറില്ല. പക്ഷെ സ്റ്റോറി ഉണ്ടാകും എന്ന് തോന്നുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഒരു ചെറിയ മൊമെന്റ് തന്നെ. ഇപ്പൊ ഒരു കുട്ടി ബോറടിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരു ഫിലിം ലാംഗ്വേജിൽ ആ ബോർ എന്ന് പറഞ്ഞാൽ വളരെ ലൗഡായിട്ട് നമ്മുടെ ഇൻ യുവർ ഫേസ് പെർഫോമൻസ് ആയിരിക്കും. ബോർഡം അങ്ങനെ ആയിരിക്കില്ല. ആ സമയത്ത് ചെയ്യുന്ന കൈ കൊണ്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് കുറച്ച് ഷൈ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഷൈ എന്ന് പറയുന്നത് ഈ നമ്മൾ ശരിക്കും കാണുന്ന
ഒരു ഓവറായിട്ടുള്ള ഇതല്ല. ചിലപ്പോൾ ഈ വിരലുകളൊക്കെ എന്തെങ്കിലും ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ഇതൊക്കെ ആൾക്കാർ നോട്ട് ചെയ്യും. ബോഡി റെസ്ലെസ് ആയിട്ടുള്ള. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ പല ഡീറ്റെയിലിങ്ങും ഒരു ആക്ടറിൽ നിന്ന് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്രയും നാളും എനിക്ക് ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ്. പെട്ടെന്ന് ഞാൻ ചോദിച്ചാൽ, അങ്ങനെ ഈ ജേർണിയിൽ അങ്ങനെ ഭയങ്കരമായി എക്സൈറ്റ് ചെയ്യിച്ച് അങ്ങനെ ഒരു കണ്ടെത്തി ഒരാളെ യൂട്ടിലൈസ് ചെയ്ത ഒരു മൊമെന്റ് ഷെയർ ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അല്ലാത്ത ഒരാളെ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നത്? എന്റെ മിക്കവാറും ഒക്കെ ഞാൻ പറയുന്നത് കുറെ സെലിബ്രിറ്റി ഫിലിംസ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ വളരെ ഈ പറയുന്ന ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് എത്രയോ ഉണ്ട്. ഞാൻ തുടക്കം അതില് എസ്പെഷ്യലി വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഒരു കേസ് കുട്ടികൾ. ഫ്രൂട്ടിയുടെ ആണോ ഒരു പരസ്യം ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഷാറൂഖിന്റെ? അത് ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പം ഒരു കുട്ടി നമ്മൾ ചിലപ്പോൾ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ബിഹേവ് ചെയ്യും. പക്ഷെ ആ ബിഹേവിയർ ഒരു രണ്ടാമത്തെ ടേക്കിൽ കിട്ടില്ല. കാര്യം അത് സർപ്രൈസിങ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. അതെ അതെ. ഇപ്പോ ക്യാപ്ചർ ചെയ്യണം. ചില സമയത്ത് ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഏതൊരു ഫിലിമിൽ ഓർമ്മയുണ്ട്, ഫിലിം ഏതാന്ന് ഓർമ്മയില്ല. പെട്ടെന്ന് ഇങ്ങനെ കഥ തുറന്നു വരുമ്പം കൊച്ചുകുട്ടിയാണ്, അവനൊരു 6 വയസ്സേ ഉണ്ടാവുള്ളൂ. നോക്കുമ്പോ അവൻ ഞെട്ടണം. അപ്പൊ അവനടുത്ത് ഞെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഞെട്ടൂല. അപ്പൊ ഞാൻ കറക്റ്റ് ആ സമയത്ത് അവൻ തുറന്നു കഴിയുമ്പോൾ ഞാൻ ഒരിക്കലും ഷൗട്ട് ചെയ്യുന്ന ആളല്ല. ഞാൻ ആരെയോ ലൗഡായിട്ട് ഞാൻ വളരെ ലൗഡായിട്ട് ഞെട്ടി. ഞെട്ടി. അപ്പം രണ്ടാമതൊരു ടേക്ക് അവന് മനസ്സിലാവും ഞാൻ ട്രിക്ക് ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ വേണ്ടേ എത്രയും റിയൽ ആയിട്ട് നമ്മളൊരു ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ. ഞാൻ അതില് ആ ഫ്രൂട്ടിയുടെ പരസ്യത്തിലേ ഷാരൂഖ് ഖാൻ ഇങ്ങനെ ആസ്വദിച്ച് ഫ്രൂട്ടി കുടിക്കുകയാണ്. ഈ കുട്ടികൾ ഇങ്ങനെ ചുറ്റും ഇരുന്നിട്ട് അതിങ്ങനെ പല രൂപത്തിൽ ഇങ്ങനെ കൊതിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ പിന്നെ എവിടെയോ അത് കണ്ടിട്ടുണ്ട്, അത് വളരെ ക്യാമറകളൊക്കെ മാറ്റിവെച്ച് ഈ കുട്ടികളെ ഒരു തരത്തിലും എന്താ പറയുക കെയർഫുൾ ആകാതെ വളരെ വളരെ നാച്ചുറൽ ആയിട്ട് അവരെ കിട്ടാൻ ശ്രമിച്ചിരുന്നു. തീർച്ചയായിട്ടും. കാര്യം അത് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാതെ ചില സമയത്ത് ഡ്രൂൾ ചെയ്യണം. കാര്യം ഫ്രൂട്ടി ഒരാൾ ഇങ്ങനെ കുടിക്കുമ്പോ പണ്ടൊക്കെ നമ്മൾ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ കോളേജിലൊക്കെ പഠിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് കോളേജിന്റെ പുറകിൽ നിന്നുള്ള ബസ് കയറുന്ന അവിടെ ഒരു ബേക്കറി ഉണ്ട്. അപ്പൊ അവിടെ ഒരു ബേക്കറിയിൽ ചിലപ്പം അതിൻ്റെ അകത്ത് നമുക്ക് അപ്പം പെട്ടെന്ന് കഴിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ ആരെങ്കിലും കഴിക്കുന്ന ഒരു സമോസ ഇത് അവരും കഴിക്കുന്നുണ്ടാവും. നമ്മുടെ ഈ പോക്കറ്റ് മണി ഒന്നുമില്ല, അതൊന്ന് കഴിക്കാൻ തോന്നും. അപ്പൊ നമ്മൾ ആരും അറിയാതെ അവനെ നോക്കി നമ്മൾ തൊണ്ട ഇറക്കുന്ന ഒരു അവസ്ഥയൊക്കെ പലവരും പോയി കാണും അതുവഴി. ആ ഒരു സ്പേസ് അല്ലേ നമ്മൾ കൊണ്ടുപോയി. അപ്പൊ കുഞ്ഞിനോട് എങ്ങനെ പറയും? അപ്പൊ ഞാൻ പല പല സെറ്റപ്പുകൾ അവിടെ ഉണ്ടാക്കി. ചിലവര് അവരുടെ ഈ കുട്ടികളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഐസ്ക്രീം ഒക്കെ ഇരുന്ന് തിന്നും, കേക്ക് വലിച്ചു വാരി തിന്നും. പക്ഷെ 2 ടേക്ക് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ അത് മാറും, പിന്നെ വേറെ എന്തെങ്കിലും സെറ്റപ്പ് കൊണ്ടുവരും. ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് ക്യാപ്ചർ ചെയ്യാതെ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര അഡ്വർടൈസിങ് ആയി പോകും, ഭയങ്കര ആഡി ആയി പോകും. അപ്പം ഞാൻ പറഞ്ഞു വന്നതല്ല, സ്വയമായിട്ട് അഭിനയിക്കുമോ എന്ന് ചോദിക്കുന്ന ജീവിതത്തിൽ ഓഫ് കോഴ്സ്. പക്ഷെ എനിക്ക് കൂടുതലും എക്സ്ട്രാക്ട് ചെയ്യുക ഒരാളിൽ നിന്ന്, അത് ആക്ടർ ആയാലും നോൺ ആക്ടേഴ്സ് ആണെങ്കിലും അവരിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന അങ്ങനത്തെ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആക്ടർ നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വേറെ 1-2 ഫിലിം മേക്കേഴ്സ് അവരെ കാസ്റ്റ് ചെയ്തിട്ട് പെട്ടുപോയ അവസ്ഥകളൊക്കെ എന്നെ വിളിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അവസ്ഥകളുണ്ട്. അപ്പൊ നമ്മൾ അവരെ അറിയാതെ ചില സമയത്തൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന മൊമെന്റുകളൊക്കെ ഉണ്ടാകുന്നത് എനിക്ക് അതൊക്കെ എക്സൈറ്റിംഗ് ആണ്. ആക്ച്വലി ഒരു ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം പെർഫോമൻസ് എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അതെന്നെ സംബന്ധിച്ച് എപ്പോഴും എക്സൈറ്റിംഗ് ആയിരുന്നു. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ തുടരും കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ റിയലൈസ് ചെയ്ത ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ അത്ര കോൺഫിഡൻറ്റ് ആയിരിക്കും ശരിക്കും ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആണ്. ഞാൻ ആൾക്കാരുടെ മുമ്പിൽ പോയി എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി ഞാൻ ഇരിക്കുക, അതൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവരുടെയൊക്കെ സമയം കളയുമോ എന്ന് എനിക്ക് നല്ല സംശയം. ഈ 7 സുന്ദര രാത്രികളുടെ പ്രൊഡ്യൂസർ ആകുമ്പോഴും അതിലൊരു സോങ് ചെയ്തതേ ഉള്ളൂ, പക്ഷെ അതിലും സ്ക്രീനിലേക്ക് വന്നില്ല. പക്ഷെ തുടരുവിലൂടെ ഒരു ഗ്രാൻഡ് ഓപ്പണിങ്ങിനുള്ള വിധി അവിടെ ഉണ്ടായിരുന്നു. അതെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ഭുതങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ എക്സൈറ്റിംഗ് ആയിട്ടും സർപ്രൈസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ കണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഈ ഇതിലൊരു രസകരമായ കാര്യം, ഇപ്പം നമ്മളെപ്പോഴും പറയും ആലപ്പുഴ എന്ന് പറയുന്ന ഒരു പ്രത്യേക ബോണ്ട് ഞങ്ങൾക്കിടയിലുണ്ട് കേട്ടോ. ഞാനൊരു ആലപ്പുഴക്കാരനാണ്, ഞങ്ങൾ പഠിച്ചത് മുമ്പും പുറകുമായ ഒരു കോളേജിലാണ്. ഇങ്ങനെയൊക്കെ ചില സന്തോഷ പ്രത്യേകതകൾ ഒന്ന് പ്രേക്ഷകരോട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാൽ അഭിനയിക്കുമ്പോൾ ഇതുപോലെ ആലപ്പുഴയിൽ വന്ന് ഫാസിൽ സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ഫാസിൽ സാർ അടക്കമുള്ള ഒരു മാർക്കിട്ടിട്ടാണ് മോഹൻലാൽ
മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലനാവും നരേന്ദ്രനാകും. അപ്പൊ സിബിസാർ പറഞ്ഞിട്ട് സിബിസാർ എന്ന ഏറ്റവും കുറച്ച് മാർക്ക് ഇട്ട ആളാണ്, 2 മാർക്കാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സിനിമയിൽ തുടരും എന്ന സിനിമയിൽ ഇതേ ബാംഗ്ലൂരിൽ വന്ന് ഈ ഓഫീസിലാണോ വന്ന് അവർ വന്ന് സുനിലും അതുപോലെ തന്നെ തരുൺമൂർത്തിയും ഒക്കെ കൂടെ വന്ന് സംസാരിച്ച് ചില ഷോർട്സ് ഒക്കെ എടുത്ത് അല്ലേ? ഇവിടെയല്ലേ എടുത്തത്? ഇവിടെയാണ്. ഇവിടെ ഇൻഫാക്ട് ഫുൾ തരുൺ നരേറ്റ് ചെയ്ത ആ റൂമിൽ ഇരുന്നിട്ടാണ്. പക്ഷെ അതിന് മുമ്പ് ഞങ്ങൾ ഒരിക്കൽ കൂടെ കണ്ടത്. അതിന് മുമ്പ് ആദ്യം സുനിൽ ഇത് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടാലോ, ഞാൻ ബോംബെയിൽ ഒരു സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് സുനിലും തരുണും അവിടെ വന്ന് ഞങ്ങളൊരു 1 മണിക്കൂർ ജനറലി, അപ്പം അന്ന് എസ്പെഷ്യലി എനിക്ക് ക്യാരക്ടറിനെ പറ്റി ബേസിക് ആയിട്ട് പോലീസുകാരനാന്ന് അറിയാൻ ബാക്കി ഡീറ്റെയിൽസ് അറിയില്ല. ഒരു നല്ല കഥാപാത്രം തരാമെന്ന്. അപ്പം ഒരു ഫിലിം മേക്കർ എന്ന് പറയുന്ന അതാണ് ബ്രില്യൻസ്. അപ്പം ഞാൻ അന്ന് എസ്പെഷ്യലി സ്റ്റുഡിയോയിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഷോർട്സ് ടീഷർട്സ് ഒക്കെ ഇപ്പം വളരെ കാഷ്വൽ ആയിട്ടായിരിക്കും. അതൊരു പോലീസുകാരനാവോ ഇല്ലയോ എന്നാണ്. അപ്പൊ ഞാൻ തരുണിന്റെ അടുത്ത് ചോദിച്ചു, ഇതാണോ ജോർജ്? ചേട്ടൻ സമ്മതിക്കുകയാണെങ്കിൽ ജോർജിനെ ഇങ്ങനെയാവും ജോർജ്. അല്ല, ചേട്ടൻ സമ്മതിക്കുകയാണെങ്കിൽ ജോർജിനെ ചേട്ടനിൽ എനിക്ക് കാണാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മുറി ഇരുന്നിട്ട് ഒരു 3-3.5 മണിക്കൂർ ഒരു നരേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയി. കാര്യം ഒരു ഫിലിം മേക്കറിന് ശരിക്കും ആ ഫിലിം മേക്കർ ചെയ്യാൻ പോകുന്ന കഥനെ പറ്റി നല്ല ധാരണ, അതിൻ്റെ അകത്തെ ചെറിയ മൊമെന്റുകൾ തൊട്ട് ഞാൻ ഉൾപ്പെടെയുള്ള പല ചെറുതും വലുതുമായിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഡീറ്റെയിൽ, ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ ഞങ്ങൾ ബ്രേക്ക് പോലും എടുത്തില്ല. അത് പറഞ്ഞപ്പം അതിൻ്റെ അകത്ത് എനിക്ക് 2 കാര്യങ്ങളാണ് എന്നെ എക്സൈറ്റ് ചെയ്തത്. ഒന്ന്, ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന നല്ല ധാരണയുള്ളൊരു ഫിലിം മേക്കറിന്റെ കൂടെ. കാര്യം ഞാൻ ഈ തൊഴിലായതുകൊണ്ട് അപ്പം അത് എക്സൈറ്റിംഗ് ആയി. യങ് ഫിലിം മേക്കർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നു, അത് നല്ലതാണ്. 2, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പം ഞാൻ ചെയ്യാത്തതുകൊണ്ട് ആ റിസ്ക് എപ്പോഴും എടുത്തു ചാടിയല്ലേ പറ്റുള്ളൂ. 3-മത്തെ കാര്യം, ലാലേട്ടൻ്റെ കൂടെ നമ്മളൊരു 10-80 ദിവസം വീണ്ടും സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കിയില്ല, അത് ഗുണം ചെയ്തു എനിക്ക്. എന്നാൽ തുടക്കത്തിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇതേ ആശങ്കകൾ മോഹൻലാലിനെ പോലൊരു ഗ്രേറ്റ് ആക്ടറുടെ കൂടെ അഭിനയിക്കേണ്ടി വരുന്നു, അത്ര തന്നെ ഹെവി ആയിട്ടുള്ള റോള് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ പറഞ്ഞ് പ്രകാശ് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞാണ് ഈ പ്രേക്ഷകരോട് ഒരു കാര്യം, ഇത് പറയുമ്പോൾ ബംഗളൂരുവിലെ നിർമ്മാണയുടെ ഓഫീസിലിരുന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതേ ഓഫീസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തത വരട്ടെ എന്ന് ഓർത്ത് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ മോഹൻലാലിന് ആലപ്പുഴയിൽ വെച്ച് മാർക്കിട്ട് മോഹൻലാലിനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ എത്തിച്ചു. ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത ഈ വീഡിയോ ക്ലിപ്പിംഗ്സ് ലാലേട്ടൻ്റെ അടുത്ത് എത്തുമ്പോൾ ലാലേട്ടൻ്റെ ആദ്യത്തെ കമന്റ്, ഇത് നമ്മുടെ പ്രകാശ് വർമ്മയല്ലേ എന്ത് ചോദ്യം. അപ്പൊ കേരളത്തിന് പുറത്തു നിന്നൊരു വില്ലനെ കൊണ്ടുവരേണ്ടി വരുമെന്ന് ചിന്തിച്ചിടത്തു നിന്ന് തന്നെയാണ് പ്രകാശ് വർമ്മയെ അവർക്ക് കിട്ടുന്നത്. ഇത് ലാൽ സാറ് കണ്ടപ്പോൾ ലാൽ സാറ് പറഞ്ഞത്, ഇത് നമ്മുടെ പ്രകാശ് വർമ്മയല്ലേ എന്ന് ചോദിച്ചു. ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു, വിടണ്ട, നമുക്ക് സാറിനെ ഉറപ്പിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ലാൽ സാറ് മാർക്കിട്ട് സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു ആക്ടറാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ ഇൻഫാക്ട് എൻ്റെ ഉള്ളിലൊരു ഭയമുള്ളത് ഈ പറയുന്ന ലാലേട്ടൻ്റെ സമയം, തരുണിന്റെ സമയം, രഞ്ജിത്ത് ഏട്ടൻ്റെ വളരെ എന്താ പറയുക, അങ്ങനത്തെ ഒരു ബാനറിൽ ഒരു നടക്കുന്നൊരു പ്രൊഡക്ഷനിലൊക്കെ ഇവരൊക്കെ വലിയ, ഇൻഫാക്ട് തരുണിനെ സംബന്ധിച്ച് പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ്, പിന്നെ വളരെ വലിയ എത്രയോ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള. അപ്പോൾ ഇവരുടെ സമയം കളയോ ഇല്ലയോ, ഞാൻ അവിടെ പോയിട്ട് അത് ശരിയാവുന്നില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത എല്ലാവരുടെയും സമയം, അങ്ങനത്തെ ഒരു ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തരുണിൻ്റെ അടുത്ത് നിർമ്മിതം നമുക്ക് 3-4 സീനുകൾ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ലാലേട്ടൻ രഞ്ജിത്തായിട്ട് ഒന്ന് അയച്ചു കൊടുക്കാം, നോക്കാം റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെയും ഈ മുറിക്കകത്തും ടെറസിലും ഒക്കെ 2-3 ഷോർട്സ് ഒക്കെ വെറുതെ തരുൺ ഓഫ് ക്യാമറ എന്ന് ഡയലോഗ് പറയും, ഞാനത് ഇംപ്രവൈസ് ചെയ്ത് എന്തൊക്കെയോ പറയും. അങ്ങനെ ഓപ്പോസിറ്റ് തരുൺ നിൽക്കും, ക്യാമറയുടെ പുറകിൽ നിൽക്കും, ഞാനപ്പം അതിന് കൗണ്ടറായിട്ട് ഡയലോഗുകൾ പറയും. അങ്ങനെയൊക്കെ ഒരു 3 ക്ലിപ്സ് അങ്ങോട്ട് അയച്ചു കൊടുത്ത് ഉടനെ ഈ പറഞ്ഞ മാർക്ക് വീണു. അത് രഞ്ജിത്തേട്ടനും മാർക്ക് കിട്ടും. ലാലേട്ടൻ പിന്നെ അറിയാലോ, പിന്നെ എന്നെ അറിയാവുന്നതുകൊണ്ട് അതാണ് ആ ചോദ്യത്തിൽ ഇത് നമ്മുടെ പ്രകാശ് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ചൊരു മനുഷ്യനെ എന്താ ഇവിടെ ചോദിക്കുന്നത്. ഞാൻ ഇതിനെ പറ്റി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അല്ലെ, അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആണ്, പറഞ്ഞ പോലെ അദ്ദേഹത്തെ സംബന്ധിച്ച് കാണുക എന്ന് പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചും ആ സിനിമയുടെ വിജയത്തിന് അദ്ദേഹത്തിന് ഇപ്പുറത്ത് നിൽക്കുന്ന ജോർജ് സാർ അത്ര ഗംഭീരമാകണം, അപ്പോഴാണ് ആ സിനിമയുടെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോയ്സും ആ കാസ്റ്റും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഫീൽ. ഞാൻ പക്ഷേ താങ്കളെ പോലെ ഒരാള് എത്രയോ ദിവസങ്ങൾ, ഏതാണ്ട് മാസങ്ങൾക്കപ്പുറം ഒന്നിച്ച്
അഭിനയിക്കുന്ന ഒരു കാലത്ത് ശരിക്കും അദ്ദേഹമായിട്ട് കൂടുതൽ അടുക്കാനും താങ്കളുടെ ഉള്ളിലെ ഒരു ഫിലിമി അഫെക്ഷനൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഇതിലൂടെ ട്രാവൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും ഉറപ്പായും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതിപ്പം അങ്ങനത്തെ ഒരു സമയത്ത് നല്ല അനുഭവങ്ങൾ അല്ല ഇൻസ്പയർ ചെയ്ത അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ ഒരു അതെ, പക്ഷേ കേട്ടറിവ് എനിക്കറിയില്ല എങ്ങനെയാണ് ബാക്കിയുള്ളവരുന്നത്. പക്ഷെ നമ്മളിപ്പം ലാലേട്ടന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പഴയ കഥാപാത്രങ്ങളെ പറ്റി വീണ്ടും പറയുക, ചർച്ച ചെയ്യുക എന്നൊക്കെ പറയുന്ന മിക്കവാറും ഒക്കെ എല്ലാവരും വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം എനിക്കെന്തോ അങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയുന്നതിൽ എനിക്ക് ഞാൻ അതിൽ തെറ്റും ശരിയൊന്നുമല്ല, ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ഞങ്ങൾ കൂടുതലും വേറെ പല കാര്യങ്ങളും ഓഫ് ഫിലിം ലാലേട്ടന്റെ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്ത ചില ബിഹേവിയേഴ്സും ആൾക്കാരുമായിട്ടുള്ള പെരുമാറ്റങ്ങളും, അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ചില സീനിന്റെ മുമ്പിലൊക്കെ വെറുതെ കണ്ണടച്ചിരിക്കും. അപ്പൊ ഞാൻ അടുത്ത സീൻ ആകുമ്പോൾ കണ്ണടയ്ക്കാത്തത്, ഇപ്പൊ എന്താ കണ്ണടയ്ക്കാത്തത്, കണ്ണടയ്ക്കുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള ഒന്നിനെ പറ്റി ഞാൻ കണ്ണടച്ചോ എന്ന് ചോദിക്കും. അല്ല എന്തിനാണ് ഇപ്പൊ കണ്ണടച്ചിരുന്നത്, ഞാൻ കണ്ണടച്ചോ എന്ന് ചോദിക്കും. അതൊരു സ്പിരിച്വൽ സ്പേസ് ആണ് അത് നമുക്ക് ഞാൻ പലപ്പോഴും പല രീതിയിലും പല സിറ്റുവേഷനിലും ഞാനൊരു ഉത്തരം എൻ്റെ തലയിൽ കൊണ്ടുവരാൻ, ഇപ്പൊ ലാലേട്ടൻ ഇപ്പൊ അത് ചെയ്ത എന്തിനാണ്, അല്ല ഇങ്ങനെ മൂവ് ചെയ്ത എന്തിനാണ്, അല്ല ഇങ്ങനെ സംസാരിച്ച എന്തിനാന്നൊക്കെ, അത് നമുക്ക് ഉത്തരം കിട്ടാത്തൊരു എനിക്ക് തോന്നുന്നില്ല ലാലേട്ടന് പോലും അത്ര കാര്യം. എന്തോ ഒരു സ്പിരിച്വൽ സ്പേസിലാണ് പലതും മുമ്പോട്ട് പോവുക, ബിഹേവ് ചെയ്യുക. അത് എന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻഫാക്ട് തുടരുന്നതിന് ശേഷവും എനിക്ക് അതിന്റെ റിഫ്ലക്ഷൻസ് പല സമയത്തും എന്റെ ബിഹേവിയറിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. തുടരുവിനും മുൻപും പിൻപും ഉള്ള പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് ഈ പറഞ്ഞ. അതെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, ഒരു പബ്ലിക് അവസ്ഥ, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നേരത്തെ ഇപ്പം അവരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരെ പറ്റി ചോദിക്കുക, അമ്മ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുക എന്നൊക്കെ പറയുന്ന വളരെ വലിയ. ഞാൻ ഒരിക്കലും ഒരാളുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല, ഞാനായിട്ട് ഓർത്ത് വെക്കും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയും കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ആ ഒരു ചേഞ്ച് എന്നിലുണ്ട്. അത് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിച്വൽ ആണ്, പിന്നെ വേറെ എന്തൊക്കെയൊക്കെ ആയിരിക്കും. വലിയ തോതിൽ സ്വാധീനിക്കപ്പെടുന്നു, നമുക്ക് നമ്മളിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിലൊരു കാര്യം, ഇപ്പോൾ അദ്ദേഹമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ്, ആക്ഷൻ സീൻസ്, ഇപ്പോൾ നന്നായി സിനിമയെ വാച്ച് ചെയ്യുന്ന ഒരാളെന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ ആക്ഷൻ സീൻസിനുള്ള ഒരു പ്രത്യേക താളമുണ്ട്. അതിന്റെ ആ താളത്തിന്റെ തൊട്ടിപ്പുറത്ത് നിൽക്കേണ്ടി വന്ന ഒരു ഡെബ്യൂ ആക്ടറാണെന്നൊരു അവസ്ഥയുണ്ട്. ആ ഒരു കടന്നുപോയ സമയം, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, അത് സക്സസ് ആയി നിന്ന് ആളുകളും എടുത്തു. അതൊന്ന് എനിക്ക് സത്യത്തെ അതിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ ലാലേട്ടൻ്റെ അടുത്തും പറഞ്ഞു, തരുണിന്റെ അടുത്തും പറഞ്ഞു, എന്നെ വെച്ച് കോമ്പിനേഷൻ ആദ്യം തുടങ്ങരുത്. ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ചൊരു കോമ്പിനേഷൻ തുടങ്ങുന്നത്. എന്നെ കുറച്ചൊക്കെ എടുത്ത് ഞാനൊന്ന് യൂസ്ഡ് ആയി. പക്ഷെ ആദ്യത്തെ സീൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് കോമ്പിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സത്യത്തിൽ ആ ഫിയർ ഒക്കെ എനിക്ക് തോന്നുന്ന ഞങ്ങൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് ഒക്കെ കഴിഞ്ഞൊരു സീൻ തുടങ്ങുന്ന സമയത്ത് ആ ഫിയർ ഒക്കെ എന്നിൽ കാര്യം അത്രമാത്രം കംഫർട്ടബിൾ ആക്കും. അത് പലവരും പറഞ്ഞിട്ടുണ്ട്. ഞാനതൊക്കെ ആദ്യമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്നത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സീൻ അങ്ങനെ എടുക്കും. സീൻ കഴിയുമ്പം ആയിരിക്കും ഞാൻ ആ സമയത്ത് വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, പറയുന്നു, ബെൻസ് റിയാക്ട് ചെയ്യുന്നു കാര്യങ്ങൾ. അത് കഴിയുമ്പോഴായിരിക്കും എനിക്ക് ആ സമയത്ത് ഒന്നും ഓർമ്മയില്ല. കാര്യം അത്രയ്ക്ക് ഒരു കംഫർട്ടബിൾ സ്പേസിൽ ഇരിക്കുന്നതുകൊണ്ട് അവിടെ എനിക്കൊരു പ്രഷറോ എനിക്കൊരു സ്ട്രെസ്സോ ഒന്നും ഒരിക്കലും. ഈ സീനിന് മുമ്പുള്ള ഒരു മൊമെന്റ് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് സൗഹൃദത്തിന്റെ നല്ലൊരു സ്പേസിൽ നിന്നാണ് ഈ ഫ്രെയിമിലേക്ക് പോകുന്നത്, അല്ലേ? അതുണ്ടാക്കുന്നത്. ഞാൻ ചോദിച്ചത് ഈ ആക്ഷൻ സീക്വൻസിന്റെ കാര്യം. നമ്മൾ എപ്പോഴും പറയും മോഹൻലാലിന്റെ നാടൻ തല്ല് അതിന്റെ ഒരു അസാമാന്യമായ ഭംഗിയിൽ ചെയ്യുന്ന ഫൈറ്റ് സീൻസ് ചെയ്യുന്ന ഒരാളാണ്. എത്രയോ വർഷങ്ങളുടെ ഒരു പഴക്കമുള്ളയാളാണ്, തഴക്കം വന്നയാളാണ്. ഈ സിനിമയിലൊക്കെ അത് ആ പഴയ മോഹൻലാലിന്റെ സീൻസും ഫൈറ്റ്സും കിട്ടിയെന്നൊക്കെ പിന്നീട് ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ആ വിൻഡോയിലൂടെ ജമ്പ് ചെയ്ത് പുറത്തു. അപ്പൊ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഒന്നിച്ച് ആ കോമ്പിനേഷൻ സീൻസ് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ കണ്ടിട്ടുള്ള ഒരു മോഹൻലാലിനെ നേരിടേണ്ടി വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന ആ സിനിമ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു ക്യാമറയുടെ മുമ്പിൽ ഞങ്ങൾ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. 6-7 ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് രാത്രി ഷൂട്ട് ചെയ്ത ഫൈറ്റ് ഉണ്ട്.
ആ സമയത്തൊന്നും ആം, ആം, ഈ പറയുന്ന ഒരു ഒരു അവസ്ഥയുണ്ടല്ലോ, അതായത് ഇപ്പൊ കറങ്ങി അടിക്കുക അല്ലെങ്കിൽ നമുക്ക് ആ സമയത്തൊക്കെ എനിക്കൊരു കാര്യം ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും ആക്ഷനിൽ. പക്ഷെ അതൊക്കെ വളരെ ഈ പറയുന്ന ടൈമിങ്, അത് നമ്മളെ ഒട്ടും തന്നെ നമ്മളെ ഒരു 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 ഫിസിക്കലി ഹേർട്ട് ചെയ്യാത്ത തരത്തിലുള്ളൊരു ഒരു മൂവ്മെന്റ് ആണ്. ഞാൻ പല സമയത്തും ഇന്റർവ്യൂവിൽ പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വേറെ ചില ആക്ടേഴ്സ് ഒക്കെ ചില സമയത്ത് അടിയൊക്കെ ആ എക്സൈറ്റ്മെന്റിൽ അടി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നല്ല അടിയൊക്കെ കിട്ടും. ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫിസിക്കലായിട്ട് ഒരു രീതിയിലും ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കിയിട്ടില്ല. അത് മാത്രമല്ല തിരിച്ച് എന്റെ അടുത്ത് തിരിച്ചും അത്ര പരിചയമില്ല. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ അത്രമാത്രം കെയർഫുൾ ആകാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല പിന്നെ എങ്ങാനും കൊണ്ടിട്ടുണ്ടെ ലാലേട്ടൻ ഒരിക്കലും പറയൂല എനിക്ക് വേദനിച്ചു എന്നൊന്നും പറയൂല. കാര്യം അങ്ങനെ പറയുന്ന ഒരാളുമല്ല. പക്ഷേ ഇപ്പം അത് മാത്രമല്ല, ഇപ്പം അങ്ങനെ ആക്ഷൻ അല്ലാതെ ഞാനിപ്പം മുമ്പിൽ എടുത്തു ചാടുന്ന സമയത്തല്ല എൻ്റെ പുറകിൽ ഞാൻ ഇത് ചെയ്യാന്ന് പറയുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റെ ചെവിയിൽ പറഞ്ഞു തരും, ഞാൻ ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്യുള്ളൂ, നേരെ കൂടെ അതിന് അപ്പൊ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് ഞാൻ പോയി ഒരു സ്ഥലത്ത് വീണ് ഹേർട്ട് ചെയ്തതെന്ന് ഇതും കൂടെ തലയിൽ വെച്ചിട്ടുണ്ട് എൻ്റെ ഇടയിൽ. ആ സമയത്തൊക്കെയാണ് നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് തോന്നുന്ന ഒരവസ്ഥ. ഞാനൊക്കെ ചെറുപ്പകാലം തൊട്ട് ഞാൻ മനസ്സിലാലോചിച്ചോ എന്തൊരു ലക്കിയാണെന്നാണ്. തീർച്ചയായിട്ടും ചെറുപ്പകാലം തൊട്ട് വളരെ ദൂരെ നിന്ന് നോക്കി ഞാൻ നേരത്തെ ചില ആക്ടേഴ്സിന്റെ നുവാൻസ് എടുക്കാനൊക്കെ പറയില്ലേ, നമ്മളെ ഏറ്റവും കൂടുതൽ ആ സമയം തൊട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്ത എത്രയോ സിനിമകളുണ്ട്. പല സിനിമയുടെ റെഫറൻസ് പറഞ്ഞാൽ അതൊക്കെ എൻ്റെ ആസ് എ ഫിൽം മേക്കർ എന്നെ ശരിക്കും സഹായിച്ചിട്ടുണ്ട്. ഞാൻ പല ആക്ടേഴ്സിനെയും ബ്രീഫ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇൻസ്പിറേഷനിൽ വന്നതൊക്കെ ഈ പറയുന്ന ലൗഡായിട്ടുള്ള മൊമെന്റുകളില്ല, ലാലേട്ടൻ ചെയ്തിരിക്കുന്ന ചെറിയ കാര്യങ്ങളുണ്ട്, അറിഞ്ഞോ അറിയാതെ ചെയ്തതാണ് ചെറിയ കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഉത്സവ പിറ്റേന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഭരത് ഗോപി സംവിധാനം ചെയ്ത അതിൻ്റെ അകത്ത് ദേവൻ ആക്ടർ ദേവൻ ചേട്ടൻ ആക്ച്വലി ചെയ്യുന്ന ഒരു 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 റൈറ്റർ ആ വീട്ടിൽ വന്ന് പുസ്തകം സെറ്റ് ചെയ്യുമ്പോൾ അനിയൻ എന്നാണ് ലാലേട്ടൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ദേവൻ ചേട്ടൻ തിരിഞ്ഞിങ്ങനെ പുസ്തകം അടുക്കി വെക്കുമ്പോൾ അതിൻ്റെ പുറകിലാണ് ലാലേട്ടൻ നിൽക്കുന്നത്. അപ്പൊ ചെറിയൊരു തിൻ ലൈൻ ക്യാരക്ടർ, അത് ചെറിയ ഓഫ് ആണോ എന്ന ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ മേലെ തിൻ ലൈനാണ്. ഈ അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവന്റെ ക്യാരക്ടർ പറയുന്ന ഒരു ലൈനുണ്ട്, അനിയൻ കല്യാണം കഴിച്ചോ എന്നോ. അപ്പൊ ഈ കല്യാണം എന്ന് കേൾക്കുമ്പോ ഒരു നാണമുണ്ട്. ഏത് കല്യാണം, അങ്ങനത്തെ ക്യാരക്ടർ അത്. കുഞ്ഞുമാണ് എന്ന ഇന്നസെൻസ് വിട്ടു പോയിട്ടില്ല, പക്ഷെ എത്തിയിട്ടില്ല. ആ നാണമുണ്ട്. അത് ഈ ക്യാരക്ടർ, ഈ ദേവന്റെ ക്യാരക്ടർ ലാലേട്ടനെ ഫേസ് ചെയ്യുന്നില്ല, അനിയനെ ഫേസ് ചെയ്യുന്നില്ല, അങ്ങോട്ടാണ്. അപ്പൊ ആ സമയത്ത് കല്യാണം എന്ന് കേൾക്കുമ്പോൾ ഈ കൈയൊക്കെ എന്തൊക്കെയോ വളരെ സട്ടിലായിട്ട് എന്നിട്ട് പറയുന്നുണ്ട് ആയിട്ടില്ലെന്നോ എന്ത് പറയുന്നുണ്ട്. അത് ആ സീൻ എടുത്ത് സൂക്ഷിച്ചു നോക്കിയാൽ പുള്ളിയുടെ കൈയുടെ മൂവ്മെന്റ്, കണ്ണിന്റെ മൂവ്മെന്റും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ വളരെ മൊമെന്ററി ആയിട്ട് വന്നതായിരിക്കും അതൊക്കെ, എനിക്കറിയില്ല. കാര്യം എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോ ആയിരക്കണക്കിന് മൊമെന്റുകൾ നമ്മൾ വളർന്നു വരുമ്പം, എസ്പെഷ്യലി ഞാൻ ആസ് എ ഫിൽം മേക്കർ ഫൗണ്ടേഷനായിട്ട് കിടക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഇത് ഞാൻ പല ആക്ടേഴ്സിൻ്റെ അടുത്തും, ഞാൻ ആ റെഫറൻസ് ഒന്നും പറയാറില്ല, പല ആക്ടേഴ്സിൻ്റെ അടുത്തും ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ ഉള്ളൊരു ഞാൻ വന്ന ബാക്ക്ഗ്രൗണ്ടും ഞാൻ കടന്നുപോയ അവസ്ഥകളും നമ്മളെല്ലാവരെയും പോലെ എല്ലാവരെയും പോലെ ഞാനും ഹ്യൂജ് ഫാനാണ്. അപ്പൊ എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ആ സമയത്ത് ചെയ്യുന്ന ചില കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ മഹാഭാഗ്യമാണ്. അത്ഭുതത്തോടു കൂടിയായിരുന്നു ഞാൻ ആ ദിവസം ആസ്വദിച്ചത്. അതിൽ തന്നെ ഈ ഇതേക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഈ സിനിമയിൽ ജോർജ് സാറിന്റെ ക്യാരക്ടറിലും ഈ കൈയുടെ ഉപയോഗം, ആ മാനറിസംസ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പ്രകാശിക്കും കഴിഞ്ഞിട്ടുണ്ട്. ആ കൈയുടെ ഉപയോഗമൊക്കെ വളരെ രസകരമായ ആളുകൾ ശ്രദ്ധിക്കുന്ന വിധത്തിലേക്ക് ആ പോലീസ് ഓഫീസറുടെ ചില മാനറിസംസിൽ ഈ കൈയുടെ പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. നോർമലി ഇൻഫാക്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൈ എടുത്ത് സംസാരിക്കുന്ന ഒരാളാണ്. അതൊക്കെ നാച്ചുറലി എൻ്റെ ചില ക്യാരക്ടർ അതിൽ വന്നതാണ്. പിന്നെ ഈ പറയുന്ന ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഇൻസേർട്സും ചില ലാസ്റ്റ് മിനിറ്റ് ഇംപ്രവൈസേഷനൊക്കെ
അതിന്റെ പുറകിൽ ഒരു ബ്രില്യൻ്റ് ആയിട്ടൊരു ഫിലിം മേക്കർ ഉണ്ട്, തരുൺ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത പ്രോസസ്സും അങ്ങനെ ഒരു ഫിലിം മേക്കർ ആ കൂട്ടത്തിൽ ഞാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വന്നുകൊണ്ടാണ്. കാര്യം ലാസ്റ്റ് മിനിറ്റ് ഒക്കെ വന്നിട്ട് ചേട്ടാ ഇതും കൂടെ ഒന്ന് പറയാം, അങ്ങനെയാണ് ഇത് ചെയ്യാമോ എന്നൊക്കെ പറയുന്ന അവസ്ഥകളുണ്ട്. അപ്പൊ ഞാൻ ഇംപ്രൊവൈസേഷൻസിന്റെ ഒരു നല്ല അതെ space ആയിരുന്നു അല്ലേ? അസാധ്യമായിരുന്നു. ഇതിനുശേഷം ജോർജ് സാർ എന്ന് വളരെയധികം ഇഷ്ടത്തോടെ എന്ന് പറഞ്ഞാൽ അതൊരു സിനിമയിലെ ഒരു വില്ലൻ ക്യാരക്ടർ ആണെങ്കിലും പ്രകാശ് വർമ്മ അത് ചെയ്തതിലൂടെ സിനിമയ്ക്ക് ശേഷം ജോർജ് സാർ എന്ന് പ്രകാശ് വർമ്മയെ വിളിച്ച മനുഷ്യരാരാണ്? ഇനി ആരും വിളിക്കാത്തില്ല. ഞാൻ ഇന്നലെ ഏതോ ഒരു സെഷൻ നടക്കുന്ന സമയത്ത് ഞാനത് പറഞ്ഞു. എന്റെ അമ്മ പോലും ഇപ്പം ജോർജ് സാർ എന്ന് വിളിക്കുന്നത്. ജോർജ് സാറെ ഊണ് കഴിക്കാറായെന്നാ എന്റെ അമ്മ വിളിക്കുന്നത്. അപ്പൊ അതെ, ഇമ്പാക്ട് ആണ്. അതെ അതെ, എവിടെ പോയാലും ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ അമ്മ വിളിക്കുന്നു, അന്ന് വിളിച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോഴും അമ്മ വിളിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ 2 ആഴ്ച മുമ്പ് പോയപ്പോ എന്റെ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുന്ന നേഴ്സ്, അപ്പൊ ഒബ്വിയസ്ലി ഹോസ്പിറ്റലാണ്, നേഴ്സാണ്, പ്രൊഫഷണൽ ആയിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അവിടെ. അവർക്ക് ഈ ഇടയ്ക്ക് അവർ കണ്ട ഒരു വളരെ വലിയൊരു ക്യാരക്ടറാണല്ലോ ജോർജ് സാർ. പക്ഷെ അത് അവർക്ക് പെരുമാറാനൊന്നും ആ സമയത്ത് കാര്യം പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യണ്ടേ. പക്ഷെ എന്നാൽ തന്നെ എന്റെ ഇഞ്ചക്ഷൻ എടുത്ത് വളരെ അടുത്ത റേഞ്ചിൽ എൻ്റെ അടുത്ത് പറയാണ്, എന്നാലും ചെവിയിലല്ല, ആരും അറിയുന്നില്ല, എന്നാലും ജോർജ് സാറിന്റെ മകളെ ലാലേട്ടന്റെ മകൾക്ക് കെട്ടിച്ചു കൊടുക്കായിരുന്നു. അപ്പൊ ഇവനെ ഞാൻ ചോദിച്ചപ്പോ അവിടുന്ന് നടന്ന് പിറുപിറുത്തോണ്ട് പോവാ. സാരമില്ല, ലാലേട്ടൻ ഇടിച്ച് ചുരുട്ടി ഡിക്കിയിൽ ഇട്ടല്ലോ എന്ന് പറഞ്ഞ് നടന്നു പോണു. അപ്പൊ ഞാൻ ആലോചിക്കണേ, ഒരു ആക്ടറിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ്. കാര്യം അത്രമാത്രം അവരുടെയൊക്കെ മനസ്സിൽ കയറിയിരിക്കുന്ന അത്. എസ്പെഷ്യലി ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പവർഫുൾ വില്ലൻ ആണെങ്കിൽ ഒബ്വിയസ്ലി ആ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം ചെയ്യും. അത് ആ ക്യാരക്ടറിന്റെ ആർക്ക് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അത്രമാത്രം ആൾക്കാരിൽ അത് ഡീപ്പായിട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് അവാർഡാണ്? സ്വന്തം അമ്മ പോലും നാട്ടുകാരെ ആര് വിളിക്കുന്നു ഇനി ഞാൻ ചോദിക്കുന്നത്. അവിടെ ഇവിടെ വീട്ടിൽ വരെ ആണെങ്കിൽ പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിച്ചത് ഈ ഒരു യാത്രയില് മലയാള സിനിമയിലേക്ക് കടന്നു വരാൻ ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാടടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. സഹസംവിധായകനാകാൻ ഒരുപാട് ശ്രമിച്ചു, ഒടുവിൽ അങ്ങനെയായി. പക്ഷെ അവിടുന്ന് പരസ്യ സിനിമകളിലേക്ക് മാറുന്ന നിലയൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ പ്രകാശ് വർമ്മയുടെ സിനിമാ ഇഷ്ടങ്ങൾ, ആക്ടേഴ്സ്, നല്ല സിനിമകൾ, അതിൻ്റെ ഒരു മാറ്റം, ഇഷ്ടങ്ങളെ കുറിച്ച് എന്ത് പറയും? അതിൽ ആക്ടേഴ്സ് ആവാം, സിനിമയാവാം. അല്ല, ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ആക്ടേഴ്സിനെ കുറിച്ച് പെട്ടെന്ന് പറയാൻ പറ്റുന്നവര്, നല്ല സിനിമ എന്ന നിലയിൽ ചിലതെന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ. എത്രയോ ആണ് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ 1-2 ഞാൻ കുറെ സിനിമകൾ കാണുന്നതാണ്. ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ നല്ല, എസ്പെഷ്യലി നമ്മളിപ്പോ മലയാളം തന്നെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല, മലയാളം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വന്നിരിക്കുന്ന യങ്ങർ ജനറേഷൻ അതില് എന്തോരം അവർ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. അവരൊരു ചട്ടക്കൂട്ടിലല്ല. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ വയസ്സാകുകയാണെങ്കിൽ വയസ്സാകുക. ഇപ്പം സൗബിൻ, സുരാജ് ഒക്കെ വയസ്സായ ക്യാരക്ടർ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത്. ആസിഫൊക്കെ ശരിക്കും നമുക്ക് പതുക്കെ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ഫേസ് ആണ്. അതിങ്ങനെ പതുക്കെ ഗ്രോ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആസിഫിനൊക്കെ ഇനിയും സമയം കിടക്കണം, ഇനിയും ഓരോന്ന് ചെയ്തിപ്പം ടൊവിനോയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തോരം ഡെഡിക്കേഷൻ ആണ്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരു ആക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ബേസിൽ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. ഏറ്റവും ഇൻഫാക്ട് ഇപ്പം ഷാനുവിന്റെ കാര്യം, ഇപ്പം ഫാദിന്റെ കാര്യം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് വളരെ. ഇപ്പം ഞങ്ങൾ ആലപ്പുഴക്കാരാണ്, അത് വേറെ. പക്ഷെ നമ്മൾ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ഇന്ത്യയിലും വെളിയിലും ഒക്കെ ചർച്ച ചെയ്യുന്ന, നമുക്ക് അങ്ങനെ ഒരു OTT പ്ലാറ്റ്ഫോമിന്റെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ആൾക്കാർ കാണാൻ തുടങ്ങി. ഫാദൊക്കെ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് ആ സമയത്ത്, അതിനു മുമ്പ് ഇൻഫാക്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലോ. ഏത് ക്യാരക്ടർ ആണെങ്കിലും അതിൻ്റെ അകത്ത് നെഗറ്റീവിന് പവർ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ചെയ്യും, പോസിറ്റീവ് ചെയ്യും, ഹ്യൂമർ ചെയ്യും. അതൊക്കെ വലിയ ഷിഫ്റ്റാണ്. അപ്പം പറഞ്ഞാൽ തീരാത്ത പലവരുടെയും പേരുകൾ ചിലപ്പോൾ എനിക്ക് ഓർമ്മ വരാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്പേസിലാണ് മലയാള സിനിമ ഇപ്പോൾ.
നമ്മൾ കാണാൻ. പക്ഷെ അതൊരു വലിയ തുടർച്ചയുടെ ഭാഗം കൂടിയല്ലേ. തീർച്ചയായിട്ടും. ഇപ്പൊ ജോർജ് സാറിനെ നമ്മൾ ഒന്ന് നമ്മൾ കമ്പാർട്ട്മെന്റലൈസ് ചെയ്താൽ അത്തരം ക്യാരക്ടേഴ്സ് ഒക്കെ ഗംഭീരമായി ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു ഇതാണ്. ഉണ്ട്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ തിലകനെ ഓർക്കും, അതെ. അല്ലെങ്കിൽ മുരളിയെ ഓർക്കും, നെടുമുടി വേണുവിനെ ഓർക്കും, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ നിലയ്ക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ കൂടി ഒരു കമ്പാരിസന്റെ അയ്യോ അവരൊക്കെ ഞാൻ അങ്ങനെയൊന്നും കമ്പാരിസന്റെ കാര്യം, ഞാൻ വളരെ എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള ലെജൻഡറി ആക്ടേഴ്സ് ആണ് പലവരും. തിയേറ്ററിന്റെ ഒരു സിനിമ വെച്ച് അവരുടെ ആ ഒരു ഹോൾ കരിയറിനെ കമ്പയർ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എങ്കിലും എവിടെയൊക്കെയോ അവിടേക്കൊക്കെ നമുക്കും അല്ലെങ്കിൽ കൊള്ളാം, ഇങ്ങനെയൊക്കെ ക്യാരക്ടേഴ്സ് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു കേപ്പബിളായ ആക്ടറായി പ്രകാശ് വർമ്മ ഉണ്ട് എന്ന് തോന്നുന്നൊരു ഫീല് ഓഡിയൻസിന് വരില്ലേ ഈ ഒരൊറ്റ ക്യാരക്ടർ കൊണ്ട്? കുറെ സന്തോഷം. പക്ഷെ കമ്പയർ ചെയ്യാന്ന് പറയുന്നത് അത് ഭാരമാണ്, ഒന്ന് വലിയ ഭാരമാണ്. പിന്നെ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കില്ല. വളരെ സ്ട്രോങ് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ് ഈ പറഞ്ഞ പേരുകളൊക്കെ. അവര് സിനിമയിൽ വന്നിട്ട് അത് സിനിമ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിൽ അവർ അഡാപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയതൊക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. ആ എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാലൊക്കെ ഒരു രീതിയിലും നമ്മളിതൊരു, പക്ഷെ അവരൊക്കെ സഞ്ചരിച്ചു വന്ന വഴിയിലൂടെ നമുക്ക് ഒരു ആക്ടറായിട്ട് പോകാൻ കഴിയുന്നു എന്ന് പറയുന്നത് ആ വഴിയിലാണ് നടക്കുന്നത് ഇപ്പോൾ. തീർച്ചയായിട്ടും ഈ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പം ഐ തിങ്ക് ഇറ്റ്സ് ബിറ്റ് ഇൻ മീ. ഞാൻ പെർഫോം ചെയ്യാനോ ക്യാമറയുടെ മുമ്പിൽ ആക്ട് ചെയ്യാനോ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് അതൊരു ഒരു ഓക്വേർഡ് ആയിട്ടൊരു അവസ്ഥയല്ല. എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഈ സിനിമ തന്നിട്ടുണ്ട് ഫോർ ഷുവർ. പക്ഷെ സിനിമയുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, സ്റ്റീരിയോ ടൈപ്പ് ആക്കി കളയും. ഇതുപോലത്തെ ക്യാരക്ടേഴ്സുമായിട്ട് ഓഫേഴ്സ് വരാം, അത്തരം പ്രഷേഴ്സ് വരാം, അല്ലെങ്കിൽ അത്തരം എന്താ പറയുക നമ്മളെ ഇങ്ങനെ ആകർഷിക്കുന്ന ഒരു തരത്തിലേക്ക് സിനിമ പോകാം. പക്ഷെ അതിൽ വീഴുന്ന ഒരാളായിട്ട് എനിക്ക് പ്രകാശ് വർമ്മയെ തോന്നിയിട്ടില്ല. അല്ല, അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഈ വരുന്നതെല്ലാം എടുത്തു വെച്ച് ചെയ്ത് അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സാധ്യമല്ല. 2-3 കാര്യങ്ങളുണ്ട്. കാര്യം എനിക്ക് വളരെ ഇപ്പോഴും ഞാൻ മടുക്കാത്ത, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന, എല്ലാവരും ഈ പറയുന്ന വലിയ ബ്രാൻഡുകൾ തൊട്ട് ഇന്നും എന്നെ അപ്രോച്ച് ചെയ്യുന്ന അവസ്ഥയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒട്ടും മടുക്കാത്തൊരു ഫോർമാറ്റാണ് അഡ്വർടൈസിങ്. അതാണ് എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ. അത് കണ്ടിന്യൂ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു നല്ല ക്യാരക്ടർ വന്നാൽ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ അകത്ത് എനിക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ടെന്ന് തോന്നിയാൽ അത് വിടാനും എനിക്ക്. അങ്ങനെ ഏതെങ്കിലും കഥ കേട്ടോ ഇതിന് ശേഷം? അല്ല, കഥകൾ ധാരാളം കേൾക്കുന്നുണ്ട്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കടന്ന് അടുത്ത ലെവലിലേക്ക് നമുക്ക് എൻഗേജ് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും ഡിസ്കസ് ചെയ്യാം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ആക്ടർ എന്ന നിലയിൽ കഥകൾ മുന്നോട്ട് പോയിട്ടുണ്ടോ? അപ്പം കുറേ കഥകൾ കേട്ടു. അതിൽ 1-2 വളരെ വലിയ കഥാപാത്രങ്ങളും ശരിക്കും പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കറൊക്കെ ആയിട്ട് ഞാൻ ആക്ച്വലി കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നവംബർ വരെ ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥ, നവംബർ ഡിസംബർ വരെ. അപ്പം അതിന് മുമ്പ് എനിക്ക് കുറേ കമ്മിറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് നവംബർ ഡിസംബറിന് ശേഷം ഞാൻ ചിലപ്പം ഓപ്പൺ ആയേക്കും ചില കാര്യങ്ങളിൽ. അങ്ങനെ തീരുമാനങ്ങളൊന്നും ഇപ്പം ഫുൾ ഇൻഫാക്ട് പുറത്ത് പറയാറായിട്ടുള്ള അവസ്ഥകളൊന്നും എത്തിയിട്ടില്ല. പക്ഷെ കഥകൾ കേൾക്കുന്നുണ്ട് ധാരാളം. അപ്പൊ ഏതായാലും നവംബറോടെ പ്രകാശ് വർമ്മ ആസ് ആൻ ആക്ടർ എന്ന നിലയിൽ വീണ്ടും ഒരു പുതിയ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു നല്ല സിനിമയുടെ പാർട്ടാകാൻ പോകുന്നു അല്ലേ? അല്ല, അങ്ങനെ നവംബർ തൊട്ട് ഞാൻ ഓപ്പൺ ആണ്. കാര്യം അതിന് മുമ്പിലുള്ള എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും എടുക്കാം. അപ്പൊ ഈ ഡിസ്കഷൻസ് ഒക്കെ ഏതാണ്ട് നടന്നു വരുന്നു. അപ്പം ചർച്ചകളിലാണ്. ഒരു അനൗൺസ്മെന്റ് ഒക്കെ പ്രതീക്ഷിക്കാം അല്ലെ? സിനിമയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതും മാറ്റാലോ. പക്ഷെ അതെ, തീർച്ചയായിട്ടും ക്യാമറയുടെ മുമ്പിൽ വരാൻ എക്സൈറ്റഡ് ആണ്. അത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സംബന്ധിച്ച് കേൾക്കുമ്പോൾ. കാരണം എപ്പോഴും ഒരു ആക്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പം ഇതിന് ശേഷം ഉറപ്പായി ഈ നാട്ടിൽ സഞ്ചരിക്കുമ്പോൾ ചോദിച്ചാൽ അടുത്തത് ഏതാ എന്ന് ചോദിക്കില്ല. വീട്ടിലിരുന്ന പ്രശ്നമാണ്, ഓ എനിക്കിപ്പോ പടമൊന്നുമില്ല എന്ന് പറയുന്ന തരം ഒരു നാട്ടുംപുറ വർത്തമാനമുണ്ട്. അതിന്റെ ഒരു കുറച്ചുകൂടെ പോളിഷ്ഡ് വെർഷനായിട്ട് വിചാരിച്ചാൽ മതി. അതെ, തീർച്ചയായിട്ടും. പക്ഷെ അതെനിക്കൊരു പ്രശ്നമല്ല. കാര്യം എന്നെ സംബന്ധിച്ച് തൽക്കാലം ആവശ്യത്തിന് അങ്ങോട്ടോ പോയാൽ ഇപ്പൊ തൽക്കാലം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതറിയാവുന്നത് കൊണ്ട് ഇങ്ങനെ ചോദിക്കാം. ഇല്ലെങ്കിൽ ഇത് അല്ലേ, നിന്ന് തിരിയാൻ നേരമില്ലാത്ത രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ട് ഫിലിം മേക്കറെ സംബന്ധിച്ച് ഇത് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതും പ്രധാനമാണ്. കാരണം സിനിമയ്ക്ക് ഇത്രയും സമയം മാറ്റി വെക്കണം, അതിൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണം. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതിനിടയിലാണ് അതിന്റെ തൊട്ടു പുറകെ വിൻസ്മേരയുടെ പരസ്യം വരുന്നത്. അതും നിങ്ങൾ രണ്ടാളും തന്നെ. അത് സോഷ്യൽ മീഡിയ വലിയ ചർച്ചയായി. അതിന്റെ ഇതിനിടയിലൂടെ സംഭവിച്ച ഒരു ആശയമാണോ? ലാൽ സാറിനോട് അത് പറയുകയായിരുന്നു.
വളരെ എക്സൈറ്റഡ് ആയി അദ്ദേഹം അത് കേട്ടു ചെയ്തു എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്ന ഞാൻ ആ സമയത്ത് അതിന്റെ ഭാഗമല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു വിൻസ്മെര, ആ ടീം, ആ ഫാമിലി ലാലേട്ടനെ അപ്രോച്ച് ചെയ്ത സമയത്ത്, കാര്യം പുള്ളി അതായത് ഒരു ജ്വല്ലറി ബ്രാൻഡിന്റെ അംബാസഡർ ആയിരുന്നു നേരത്തെ. അപ്പൊ കുറച്ച് നാളായതുകൊണ്ട് അപ്രോച്ച് ചെയ്തു. അപ്പൊ ലാലേട്ടനാണ് അവരുടെ അടുത്ത് പറഞ്ഞത് വെറുതെ ഇനിയും അതേപോലെ ഒരു സിറ്റുവേഷൻ. അതിലൊക്കെ ജസ്റ്റ് അനൗൺസ്മെന്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഈ അതാണ് ലാലേട്ടന് ചില സമയത്ത് നമുക്കൊക്കെ തോന്നുന്ന ഒരു ഇൻറ്റ്യൂഷൻ നമുക്ക്, അതായത് ഇങ്ങനെ ആ ഒരു തോന്നൽ ആയിരിക്കാം. അദ്ദേഹം പറഞ്ഞതൊന്ന് പ്രകാശിനെടുത്ത് സംസാരിച്ചു. ഞാൻ പക്ഷെ തിരിച്ചാ വിചാരിച്ചേട്ടോ, പ്രകാശിന്റെ ഒരു പ്രോജക്റ്റ് അങ്ങോട്ടേക്ക് ചെന്നതായിരിക്കുന്നായിരുന്നു എന്റെ ഒരു, നമുക്ക് അങ്ങനെ പലതും സങ്കല്പിക്കാമല്ലോ, അല്ലെങ്കിൽ ആലോചിക്കാമല്ലോ. അല്ല ചില സമയത്ത് മിക്കവാറും എന്താ സംഭവിക്കുക, വളരെ റെയർ ആയിട്ട് ഞാനായിട്ട് ആക്ച്വലി അതൊരു സാഹചര്യം വന്നാൽ അങ്ങനെ മിക്കവാറും ഒക്കെ സെലിബ്രിറ്റി ആയിട്ട് ബ്രാൻഡായിട്ട് വരുന്നതായിരിക്കും എൻ്റെ അടുത്ത്. അപ്പൊ ഇതും അങ്ങനെ സംഭവിച്ചതാണ്. അപ്പൊ അങ്ങനെ അവരെന്നെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അതിനെ പറ്റി ആലോചിക്കട്ടെ, കാര്യം ഒന്നാമതൊരു ജ്വല്ലറി ബ്രാൻഡാണ്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു, അത് സാധാരണ രീതിയിലായിരിക്കില്ല, യു ഹാവ് ടു എക്സ്പീരിയൻസ്. നല്ല ബഞ്ച് ഓഫ് ആൾക്കാരാണ് വിൻസ്മെരയുടെ ഹോൾ ടീം. അപ്പൊ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, 2 ദിവസം ഒന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയതിന് ശേഷമാണോ, തുടരുമിന്റെ ഇടയിലാണോ ഇത്, അതോ ഇതിന് ശേഷമാണോ? തുടരുമിന്റെ ഇടയിലാണ്. ഷൂട്ടൊക്കെ ചെയ്യുന്ന തുടരുമിനൊക്കെ റിലീസിന് വളരെ മുമ്പാണ്. അതെ 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 തുടരുന്ന റിലീസിന് മുമ്പാണ് ഷൂട്ടൊക്കെ ചെയ്ത് എല്ലാം തീർത്ത്. എനിക്കത് ആ സമയത്ത് കുറച്ചും കൂടെ നേരത്തെ റിലീസ് ചെയ്യാതിരുന്നതാണ്, തുടരും കഴിഞ്ഞൊരു 2 ആഴ്ചക്ക് ശേഷം. പക്ഷെ ആ സമയത്ത് പിന്നെ മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്, ഒരു ഷോറൂം അത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലാത്തതുകൊണ്ട് പിന്നീട് പുഷായതാണ്. പക്ഷെ ആ തീമാണ് ഞങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, അതിലേക്ക് എത്തിയത് എങ്ങനെയാന്നുള്ളത്. അപ്പൊ അങ്ങനെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ അഡ്വർടൈസിങ് ഏജൻസി ഇല്ലാതെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന അവസ്ഥകളിൽ ഞാൻ ആ സമയത്ത് എപ്പോഴും എൻ്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഒരാളുണ്ട്, അതാണ് ഹരി. ഹരി എൻ്റെ എല്ലാമാണ്. കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും. ഹരി ജ്യേഷ്ഠനാണ്, മെന്ററാണ്, എക്സ്ട്രീംലി ക്രിയേറ്റീവ് ആയിട്ടുള്ള. ഞാൻ നേരത്തെ ലാലേട്ടനെ പറഞ്ഞ പോലെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മനുഷ്യനാണ്. വളരെ യങ് സ്റ്റേജിൽ ഞങ്ങൾ ഒരുമിച്ചാണ് കേരള ടൂറിസം ചെയ്തത്, ദുബായ് ടൂറിസം ചെയ്തത്. ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ എനിക്ക് ഹരി ആണ്. ദുബായ് ആഡിന്റെ എൻ ടൈറ്റിൽ അദ്ദേഹത്തിന്റെ ആണെന്ന്. അതെ ദുബായ് ഇൻഫാക്ട് ഈ പറയുന്ന കേരള ടൂറിസം തൊട്ട് ഒക്കെ ഈ ഐഡിയ, കോൺവെർസേഷൻ, ലൈൻ എന്നൊക്കെ പറയുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എന്നെ പല സമയത്തും ചിന്തിപ്പിച്ച, പല സമയത്തും ഇത്രയും സിമ്പിൾ ആയിട്ടൊക്കെ ഒരു ഐഡിയ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിപ്പിച്ച വളരെ ഏർലി സ്റ്റേജിലെ ഒരു വളരെ പക്ഷെ സിമ്പിൾ ആയിട്ടൊരു മനുഷ്യനാണ്. എക്സ്ട്രീംലി ടാലന്റഡ് ആണ്. അപ്പൊ ഞാൻ അരിയും സ്നേഹയൊക്കെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, കാര്യം ലാലേട്ടനെ വെച്ച് വെറുതെ ഞാനൊരു സാധനമായിട്ട് പോകില്ല. ഇവിടെ വെറുതെ ഒരു സാധനമായിട്ട് ഞാൻ പോയിട്ട് കാര്യമില്ല. ലാലേട്ടനും കൂടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കണം. ആസ് എ ബ്രാൻഡ്, ഈ ബ്രാൻഡിന് ആക്ച്വലി ഇതിന് മുമ്പ് ഒരു ബ്രാൻഡ് ഇമേജ് ഇല്ല. ആദ്യമായിട്ട് വരുന്ന ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട് അവിടെ. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചെയ്യേണ്ട കാര്യം, ഒരു ബ്രാൻഡ് ബിൽഡിംഗും കൂടി വേണ്ടതാണ്. അതെ, അപ്പൊ ആ ഇനിഷ്യൽ സ്റ്റേജിൽ എക്സൈറ്റിംഗ് ആണ് ആക്ച്വലി ഒരു ബ്രാൻഡ് നമ്മൾ ലോഞ്ച് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്പേസും പിന്നെ ഞാൻ ലാലേട്ടനും തമ്മിലുള്ള പല കോൺവെർസേഷനും ഈ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചില ആക്ഷൻ, ചില മൂവ്മെന്റ്, അപ്പൊ ലാലേട്ടൻ എന്നോട് പറയുന്ന ചില കാര്യങ്ങളും ആ ഫ്ലൂയിഡിറ്റി, ഇങ്ങനത്തെ കോൺവെർസേഷനൊക്കെ ഇങ്ങനെ ഇരുന്ന് ചർച്ചയുടെ സമയത്തൊക്കെ ഹരിയായിട്ടുള്ള കോൺവെർസേഷനിൽ ഇൻഫാക്ട് ഹരിയാണ് എന്ത് പറയുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ത് പറ്റും അദ്ദേഹം എടുത്തിട്ടാൽ ആരും കൊതിച്ചു പോകും എന്ന് പറയുന്ന ഒരു സ്പേസ്. അതാണോ ആദ്യം വരുന്നത്? അതാണ് ആദ്യം വരുന്നത്. ആരും കൊതിച്ചു പോകും. അപ്പൊ അത് ഇൻഫാക്ട് ഒരു എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. ഭയങ്കര ഒരു തിൻ ലൈൻ ഉണ്ട്. പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കും തോറും എന്റെ എക്സൈറ്റ്മെന്റ്, ഈ ഫിലിം ഇങ്ങനെ എനിക്ക് കാണാം ഫിലിം. കാര്യം എനിക്ക് ലാലേട്ടൻ നല്ലപോലെ അറിയാം. സ്റ്റോറി ബോർഡ് മനസ്സിൽ വന്നു. ഫുൾ ഫിലിം എന്റെ തലയിൽ കൂടെ. ഇൻഫാക്ട് ലാലേട്ടൻ ഇതെങ്ങനെ ഇത് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ കൺസീവ് ചെയ്യും, അത് ആസ് എൻ ആക്ടർ, ആസ് എ ഹ്യൂമൻ ബീങ്, ഐ നോ ഹിം വെരി വെൽ. ഞാൻ വല്ലാണ്ട് എക്സൈറ്റഡ്. ഞാൻ വൈകുന്നേരം ഫോൺ വിളിച്ച് ഞാൻ ഈ കഥ പറഞ്ഞു. ഒറ്റ സെക്കൻഡ് എങ്ങനെയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ പറഞ്ഞു 2 ഓപ്ഷൻ വേറെ ഉണ്ട്, വേണ്ട ഇത് മതി, നമുക്കിത് ചെയ്യാം. പിന്നെ ബാക്കി ഷൂട്ടിന്റെ സമയത്ത് നമ്മളെല്ലാം കണ്ട പോലെ തന്നെ ഞാൻ അത്ഭുതത്തോടു കൂടി
നമുക്ക് അവിടെ ഒരു കൊറിയോഗ്രാഫർ ഇല്ല. ഞാൻ ആ സ്പേസ് സെറ്റപ്പ് ചെയ്തു, ഉണ്ടാക്കി. അപ്പം ഈ ഫിലിം മേക്കർ സ്ട്രെസ്സായിട്ട് തിരിച്ചു വരുമ്പോൾ ചേട്ടൻ ഇതൊക്കെ ഇട്ടിങ്ങനെ ആ ഒരു സ്പേസിൽ ആണ് എന്ന് പറഞ്ഞ് പിന്നെ ആ മൂവ്മെന്റ് ഒക്കെ ലാലേട്ടൻ്റെയാണ്. അപ്പൊ ഞാൻ ഐ ഗോട്ട് ദ ബെസ്റ്റ് ഫോക്കസ് ഉള്ള തപ്പൻ ബാസുവാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എത്ര ടേക്ക് ചോദിച്ചാലും ചിലപ്പോൾ ചേട്ടൻ തരും. പക്ഷെ ഞാൻ അറിയാവുന്നിടത്തോളം ആദ്യത്തെ ടേക്കിലൊക്കെ ഉണ്ടല്ലോ, കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെയാ. അപ്പൊ എത്ര ടേക്ക് ചോദിച്ചാലും തരും, ഒരു പ്രശ്നമില്ലാതെ തരും. പക്ഷെ ആദ്യം കിട്ടുന്ന ടേക്കിന്റെ ഒരു ബ്യൂട്ടി ഉള്ളൊരു ഞാൻ ഇതിനു മുമ്പ് പല വലിയ ഫിലിം മേക്കേഴ്സിനും ലാലേട്ടനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ തുടരും അഭിനയിക്കുമ്പോൾ ഞാൻ കണ്ട വളരെ ക്ലോസ് റേഞ്ചിൽ കണ്ട ഒരു ആക്ടർ ആദ്യം റിയാക്ട് ചെയ്യുന്ന കണ്ണിലെ ചില ചിന്മലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നാലാമത്തെ ടേക്കിലൊക്കെ ചിലപ്പോൾ നാച്ചുറൽ ആയിട്ട് കാര്യം ഓർഗാനിക് ആയിട്ട് അങ്ങനെ പെർഫോം ചെയ്യാണ്. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പിന്നെ നമ്മൾ ഈ പറയുന്നത് തന്നെ ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനും സ്റ്റേജിലാവും. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ടേക്ക് അദ്ദേഹം എന്താണോ ചെയ്യുക, കാര്യം എനിക്ക് ജ്വല്ലറി ആയിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പൊ കണ്ണിൽ എന്തെങ്കിലും ഞാൻ കണ്ടാൽ ആ കണ്ണിൽ നിന്ന് ഞാൻ ഷിഫ്റ്റ് പറഞ്ഞാൽ കൈ വരുമ്പോൾ ആ കറക്റ്റ് ഫോക്കസ് ഇല്ലെങ്കിൽ പിന്നെ അത് കിട്ടില്ല. അപ്പം ചില പ്രോജക്റ്റുകൾ അങ്ങനെയാണ്. അത് ആഡ് ക്യാമ്പയിൻ ആണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ ചിലത് ഒത്തുവരും. ഇതങ്ങനെ കുറേ കലാകാരന്മാർ എൻ്റെ മുമ്പിൽ ഒത്തു വന്നതാണ് ആ പ്രോജക്റ്റ്. ഞാൻ ഒരിക്കലും ഒരു നല്ല ഒരു പ്രോജക്റ്റ്, ഒരു സക്സസ്ഫുൾ പ്രോജക്റ്റിന്റെ ക്രെഡിറ്റ് ഞാൻ സ്വന്തമായിട്ട് എടുക്കാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കില്ല. കാര്യം എവിടെ നിന്നൊക്കെയാണ് എന്തൊക്കെയാണ് വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഫോക്കസ് പുള്ളറിന്റെ ഇൻവോൾവ്മെന്റ് ഇസ് ഹ്യൂമംഗസ്, DOPയുടെ ഇൻവോൾവ്മെന്റ് ഇസ് ഹ്യൂമംഗസ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീം, അതിനകത്ത് ലാലേട്ടനെ പോലെ ആക്ടർ വന്നിട്ട് ആദം കൊണ്ട് ലിഫ്റ്റ് ചെയ്ത് ഭയങ്കര ഗ്രേസ്ഫുൾ അല്ലേ. എനിക്ക് ഐ കാൺ ഇമാജിൻ സമ്മൺ എൽസ് ഡൂയിങ് ഇറ്റ്. കാര്യം ഞാൻ അങ്ങനെ ഒരു അപ്രോച്ചിലോട്ടോ ആ ഒരു തോട്ട് പ്രോസസ്സിലോട്ട് പോയി ഫിലിം ചെയ്യാൻ ഇപ്പൊ ലാലേട്ടൻ എൻ്റെ മുമ്പിൽ ഇല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഒന്നും ഫോം ചെയ്യില്ല. നമ്മൾ ഇമ്മീഡിയറ്റ്ലി അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറെ എന്തിലെങ്കിലും പോവുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു തേർഡ് ജെൻഡർ എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് തന്നെ അവരുടെ ഒരു അസ്തിത്വത്തെ മാനിക്കുന്ന കാലത്ത് അതിലേക്കൊരു വലിയ ആക്ടർ ഇങ്ങനെ വരികയാണ്. ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർ കാണുന്നതെന്നറിയോ, എൻ്റെയൊക്കെ മനസ്സിലേക്ക് ഇപ്പോൾ കമലദളം വന്നു, വാനപ്രസ്ഥം വന്നു, ഇരുവർ വന്നു, ഇങ്ങനെ പല ജോണറിൽ ചെയ്തിട്ടുള്ള സിനിമകളുടെയൊക്കെ നിലയിൽ വെക്കാവുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്റ്റൻഷനിൽ വന്നൊരു ഒരു പുതിയ പരീക്ഷണമായിട്ട് അത് വരികയും ചെയ്തു. പ്രകാശ് വർമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു മോഹൻലാൽ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ മിന്നി മറഞ്ഞോ ഈ ആലോചനകൾ? ആ സമയത്ത് അതൊന്നും അല്ല മിന്നി മറയുന്നത്. നമ്മൾ ആ സമയത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം വളരെ ആപ്റ്റ് ആയിട്ടൊരു ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ എല്ലാരും പറയുന്ന ജ്വല്ലറി എന്ന് പറയുന്നത് ഫിമെയിൽ അല്ലെങ്കിൽ വിമൻ ഓറിയന്റഡ് അല്ലെങ്കിൽ വിമൻ പെണ്ണുങ്ങൾ ധരിക്കുന്ന ജ്വല്ലറി അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരു മെയിൽ ബ്രാൻഡ് അംബാസഡർ? ഇപ്പൊ അതിനുശേഷം ചില 1-2 നെഗറ്റീവ് കമന്റുകളൊക്കെ, അപ്പൊ അതിന് മുമ്പ് മെയിൽ അംബാസഡർ ആണല്ലോ ഫോർ എ ഫീമെയിൽ ബ്രാൻഡ്. അപ്പം അത് കറക്റ്റ് അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് അതെടുത്ത് അണിയാൻ തോന്നി. അത്ര ബ്യൂട്ടിഫുൾ ആണ്, ആരും കൊതിച്ചു പോകും. അപ്പൊ അങ്ങനത്തെ ഒരു സ്പേസിൽ പോകുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു സ്പേസിൽ പോകുമ്പോൾ ഇതെങ്ങോട്ട് ആക്ച്വലി ആസ് ആൻ ആക്ടർ ലാലേട്ടൻ ഇത് എങ്ങനെ എടുത്ത് ഗ്രേസ്ഫുൾ ആയിട്ട് പെർഫോം ചെയ്യുന്ന അറിയാം. പക്ഷെ എങ്ങനെ മൂവ് ചെയ്യും, എങ്ങോട്ടൊക്കെ എപ്പ തിരിയും എന്നൊന്നും നമുക്കറിയില്ല. ഞാൻ പറയണേ, അത് ഞാൻ കൗതുകത്തോടുകൂടി കണ്ടു എന്നുള്ളത് വാസ്തവം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു സബ്ജക്റ്റ് അപ്രൂവ് ചെയ്ത് ഞാനത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു വളരെ വലിയൊരു കാര്യം അതിനകത്തുണ്ട്. ആ ട്രസ്റ്റ് അതിലില്ലെങ്കിൽ ആ ഫിലിം നടക്കില്ല. അതൊക്കെ വലിയ ഒരു ഭാഗ്യല്ലേ ഒരു ആക്ടറിനെ സംബന്ധിച്ച്. ഉറപ്പായും ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ച് വേറൊരു വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു സമയത്ത് ഒരു കൊമേഴ്ഷ്യൽ ബ്രാൻഡിന്റെ ആഡിനെ കുറിച്ച് ഇത്രയും സമയം ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ നേട്ടമല്ലേ. ഒരു TV ക്യാമ്പയിൻ, ആഡ് ക്യാമ്പയിൻ ചർച്ചയാകുക വളരെ റെയറാണ്. ഞാൻ ഇതിനു മുമ്പ് പലതും ചെയ്ത് ചർച്ചകളായിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പല സമയത്തും പല കാര്യങ്ങളും, പക്ഷെ കേരളത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്, ആൾക്കാർ സംസാരിക്കുക, അത് ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ എന്ത് ഫൗണ്ടേഷനാണ് വേണ്ടത്? ആസ് ആൻ ആഡ് ഫിൽം മേക്കർ ഐ ആം വെരി ഹാപ്പി. അത് തന്നെ ഉണ്ടാക്കിയ ഒരു വലിയ പരസ്യമുണ്ട്. അതിന്റെ ഒരു നിങ്ങളുടെ ഒരു യൂണിയൻ യഥാർത്ഥത്തിൽ തന്നെ ആ ബ്രാൻഡിന് കൊടുക്കുന്ന ഒരു വലിയ, തീർച്ചയായിട്ടും അതിന് സംശയമൊന്നുമില്ല.
അതിൻ്റെ അകത്ത് ഏറ്റവും ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഞാൻ ഈ മൂവ്മെന്റുമായിട്ട് അപ്പൊ ഞാൻ പ്രോപ്പറായിട്ട് സ്റ്റോറി ബോർഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബോർഡ് അതിൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് സൗണ്ട് എന്ന് പറയുന്ന കാര്യം ഒരു ഫിലിമിനെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗണ്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക. അപ്പം സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ധാരാളം പോസ് ഉണ്ടാവും. ചില സമയത്ത് ഏത് സമയത്താണ് മ്യൂസിക് എൻട്രി ചെയ്യുക, ഏത് സമയത്താണ് അതിൻ്റെ മ്യൂസിക് അല്ലെങ്കിൽ ഇപ്പോൾ സോങ് ആണെങ്കിൽ തീരുക, എവിടെ തുടങ്ങും, അതിനിടയ്ക്കുള്ള ഗ്യാപ്പിൽ സൈലൻസ് ആണോ. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഞാൻ പേപ്പർ, എനിക്ക് സൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടാവും. സൗണ്ട് സ്ക്രിപ്റ്റും ഉണ്ട്. ഞാൻ എന്റെ തലയിൽ ആദ്യം ഉണ്ടാവും, അത് ഞാൻ എഴുതി വെക്കും. അപ്പൊ അത് ഇതിന്റെ സൗണ്ട് സ്ക്രിപ്റ്റില് അതിനെ ആ വിഷ്വലിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്ത് തരം സൗണ്ട് വേണം, എന്ത് പാറ്റേൺ വേണം എന്നൊക്കെ എല്ലാം എഴുതി വെക്കും. കാര്യം അതുകൊണ്ട് ഉണ്ടാവുന്ന ചില സൗണ്ട് സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ചില ഗുണങ്ങളുണ്ട്. അതിൽ ചിലപ്പോൾ ചില മൊമെന്റ് ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെയാണ് ഇങ്ങനെ കുറിച്ച് പറയാമോ? ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട് എത്രയുണ്ട്. ഇപ്പം ഞാൻ ഇത് പറഞ്ഞ് തീർത്തിട്ട് ഞാൻ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്താൽ ഞാൻ ഈ പറയുന്ന പോയിന്റിലോട്ട് എത്തിയില്ല. അപ്പൊ ഇതിന്റെ അകത്ത് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ഷൂട്ടിംഗ് നടക്കുന്ന ആംബിയൻസ് ആണ്. അപ്പൊ അവിടെ നടക്കുന്ന ശബ്ദങ്ങളും അവർ സംസാരിക്കുന്ന ഒരു മ്യൂസിക്കും ഇല്ല, അവിടെ മ്യൂസിക്കേ ഇല്ല. അത് കഴിഞ്ഞ് അവിടെ ഒരു ഭീതി ഉണ്ടായി, ഡോറൊക്കെ അടച്ച് ഷട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ് ഒരു സൈലൻസ് ഉണ്ട് കാരവൻ്റെ അകത്ത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കാല് കാർപ്പറ്റിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ക്ലോസ് കട്ട് ചെയ്യുമ്പോഴാണ് സുന്ദര എന്ന് പറയുന്ന ലോകസുന്ദരൻ, ത്രിലോകസുന്ദരൻ ആ ട്രാക്ക് പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഉണ്ടാവുന്ന അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചത്. അപ്പൊ ഞാൻ ഈ സൗണ്ട് ഡിസൈനും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെഫറൻസ് ട്രാക്കും ലാലേട്ടനെ ഞാൻ കേൾപ്പിച്ച സമയത്താണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇമ്മീഡിയറ്റ്ലി എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്തത്. നമുക്ക് അങ്ങനെയാണ് ആ സ്വാതിരുന്നാളിന്റെ കൃതി. അതുകൊണ്ട് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതൊന്ന് ഞാനൊന്ന് റീവർക്ക് ചെയ്തൊന്ന് റീഡു ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബിജി ബാബുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ സിംഗറുമായിരുന്നു. അങ്ങനെ സ്ട്രക്ചർ ചെയ്ത് കാണിച്ചപ്പോൾ ഇങ്ങനെ കുളിരായി അത് കണ്ടിട്ട്. അപ്പൊ ഞാൻ പറയണേ, ഇനോ ചേട്ടനും ഒക്കെ ആയിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ക്രിയേറ്റീവ്ലി നമുക്ക് പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം എന്താ അറിയാം, അതിന്റെ ഡെപ്തിൽ മനസ്സിലാവും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയറിംഗ് ഉണ്ട്. ഇപ്പൊ നേരത്തെ സത്യനന്ദിക്കാണ് സാറ് പറയുന്നത് കേട്ടു, ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു പേരിടുക. അപ്പൊ ഞാൻ പറയണേ, ഇത് എവിടുന്നാണ് എന്താണ് വരിക എന്നറിയില്ലോ. അപ്പൊ അങ്ങനത്തെ എല്ലാം കൂടെ ചേർന്നാണ് ഒരു ഫോം ഉണ്ടാകുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ സൗണ്ട് ഡിസൈൻ ഇപ്പൊ പറയുകയാണെങ്കിൽ ദ്വീപ് ടൂറിസം എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ട്, ദമനൻ ദ്വീപിലെ ടൂറിസം. ആ ടൂറിസം ആ ഫിലിമിന്റെ എൻറ്റയർ ഐഡിയ സൗണ്ടില്ല. ഫസ്റ്റ് ഹാഫ് മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നടക്കുന്ന ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ ഒരു വല്ലാത്ത ഒരു ഹെഡ് സ്പേസിൽ നിന്ന് പിന്നെ സെക്കൻഡ് ഹാഫ് സൈലൻസ് ആണ്. ഈ ദ്വീപിലിരിക്കുന്ന കുറെ മൊമെന്റുകളുണ്ട്. അത് സൗണ്ട് സ്ക്രിപ്റ്റിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ കേരള ടൂറിസം ഏതാണ്ട് അതേ മ്യൂസിക് അത് തന്നെ സൗണ്ട് ട്രാക്കിലാണ് പോകുന്നത്. ഫുൾ സൗണ്ട് ട്രാക്ക്. അതിൽ ആംബിയൻസ് സൗണ്ടോ സൗണ്ട് ഡിസൈനോ ഇല്ല, അത് ഓൺലി ഒരു മ്യൂസിക് ആണ്. അതായത് നമ്മുടെ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോംസും നമ്മുടെ നേച്ചറും എല്ലാം കൂടി ചേർന്നിട്ടുള്ള അല്ലേ. അതിന്റെ ക്യാച്ച് വേർഡും അങ്ങനെ ഭയങ്കര രസകരമായിട്ടാണ് ഇനി വരാനിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യൻ ലൈഫിന്റെ വല്ലാത്ത ഒരു തിരക്കിനെയും അതിന്റെ ലൈഫിന്റെ അവസ്ഥകളെയും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നു. ഇപ്പം ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി അതിന്റെ സൗണ്ട് ട്രാക്കും ഈ പറഞ്ഞതുപോലെ ട്രെയിൻ എന്ന് പറഞ്ഞൊരു സംഗതി അതിനകത്തില്ല. അതിന്റെ ഒരു ജേർണി എങ്ങനെയാണ്? പക്ഷെ ഒരു മെക്സിക്കൻ വേവ് പോലെ ഇങ്ങനെ പോകുന്ന ഒരു ട്രെയിൻ നമുക്ക് കാണാം. അത് പീയൂഷ് പാണ്ഡെ, ഒഗിൽവി ആൻഡ് മാത്തറിൽ വലിയ ക്രിയേറ്റീവ് മനുഷ്യനാണ്. പീയൂഷിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല. പീയൂഷും ഞാനും കൂടെ ചെയ്ത പീയൂഷിന്റെ ഐഡിയ ആയിരുന്നു. ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കാൽക്കട്ടയിൽ ഷൂട്ട് ചെയ്തതാണ്. കൊൽക്കത്തയാണല്ലേ? കൊൽക്കത്തയിൽ. അപ്പൊ അതിനകത്തൊരു ഇന്നസെൻസ് ഉണ്ട്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന അത്രയും വലിയ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവമല്ലേ ഇന്ത്യൻ റെയിൽവേ. അതിലൊരു കൊച്ചു കുഞ്ഞിന്റെ ഇന്നസെൻസിലാണ് എല്ലാരും ഒരു തീവണ്ടി പോലെ ഓടുക, അവിടെ പോകുക. അപ്പൊ ആ പാട്ടിൽ പറയുന്ന സ്റ്റേഷനുകൾ മനുഷ്യരില്ല. ഈ പാട്ടിൽ പറയുന്നതൊക്കെ പല പല സ്ഥലങ്ങളാണ്. അതെ അതെ. അത് കാൻ അവാർഡ് ഞങ്ങൾ വിൻ ചെയ്തു. അതിന് ബെസ്റ്റ് മ്യൂസിക് ഉണ്ടായിരുന്നു. അങ്ങനെ പല പറയുകയാണെങ്കിൽ കുറേ
നമുക്കൊരു 15 മണിക്കൂർ സംസാരിക്കാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ തുടരുവിന്റെ സമയത്ത് തന്നെ ചെയ്ത് ബ്രിട്ടീഷ് എയർവേസിന്റെ അതിൽ കണ്ടെന്ന് വെച്ചാൽ ഈ സെക്കൻഡ്സിന്റെ ഒരു ആഡില് അതിനകത്ത് നിന്ന് സിനിമയിൽ നമ്മൾ ഓർക്കില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, ഇതിലെന്താവും എന്ന് പറയുന്ന പോലെ ഞാൻ ആ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് ചിന്തിച്ചൊരു പരസ്യമാണ്. എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ആ കുട്ടിയെ ബ്രിട്ടീഷ് എയർവേസിന്റെ ക്രൂ ആ വെഹിക്കിളിൽ കൊണ്ടുപോകുന്നിടത്ത് പരസ്യം തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആ വെഹിക്കിളിലേക്ക് ഈ എൻറ്റയർ ഫാമിലിയെ അവർ ഏറ്റെടുത്തുകൊണ്ട് പോകുന്നത് ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അത് ഒരു പരസ്യത്തിന് കിട്ടുന്നതല്ല സാധാരണ ഈ അനുഭവം. ആ ഒരു ഇമോഷൻസും അതുപോലെ തന്നെ ഈ ഒരു വലിയ സ്റ്റോറി ലൈനും അതിന്റെ ഒരു തുടരുവിന്റെ ഇടയ്ക്കാണല്ലേ ഈ പറയുന്ന മൊമെന്റ് ഒരു നമുക്കൊരു നമ്മളൊക്കെ കഥകളുള്ള ആൾക്കാരാണ്, നമുക്ക് ഇമോഷൻസ് ഉണ്ട്. നമ്മള് അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാക്കി എടുത്താൽ അത് ബ്രാൻഡിന് വളരെ ഗുണം ചെയ്യും. പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്രയോ ഫിലിമിൽ നമ്മള് ഇപ്പം എയർലൈൻ ഫിലിമിന്റെ അകത്ത് ഈ എയർലൈനിന്റെ അകത്തെ ഷോട്ടുകളും ഒരു സോളും ഇല്ലാതെ ഭയങ്കര ബ്യൂട്ടിഫുൾ ചെയർ ആണെന്നും നല്ല ഭക്ഷണം എന്നൊക്കെ പറയാൻ പരസ്യങ്ങൾ പൊതുവെ അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്, മറന്നു പോവില്ലേ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അത് മുഴുവൻ ആ ഇമോഷൻ മുഴുവൻ നമ്മൾ റോട്ടിലാക്കി. ആ ആൾക്കാരാണ് ഇമോഷൻ. ആ കുട്ടീനെ കൊണ്ടുപോകുന്നതും ഞാൻ അവസാനം അതിൻ്റെ അകത്ത് പറയുന്നതും ഫാമിലി ഇൻ ദി സ്കൈ എന്നാണ്. അല്ല, അവരെ ആ റോഡിൽ വെച്ച് ആ ബ്രിട്ടീഷ് എയർവേസിന്റെ ക്രൂ ആ കുട്ടിയെ കൊണ്ടുപോകുന്നിടത്ത് ആഡ് നിന്ന് തീർന്നു പോയാലും നല്ലതാണ്. പക്ഷെ പിന്നെ എന്തുകൊണ്ട് അത് പ്രൊലോങ് ചെയ്യും? കാര്യം അതിൻ്റെ അകത്ത് ഇമോഷൻ ബിൽഡ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഇമോഷൻ ബിൽഡ് ചെയ്യണ്ടേ കാര്യം അത് അവസാനം ഫാമിലിയുടെ ഒരു ഇമോഷൻ ഉണ്ട്. എൻ്റെ മകനെ ഞാൻ യുഎസിലോട്ട് പറഞ്ഞു വിട്ട് അവനെ അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് തിരിച്ചു വന്നൊരവസ്ഥ കൂടെയായിരുന്നു ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന എൻ്റെ ഇമോഷൻ. അപ്പൊ ഫാമിലി എന്ന് പറയുന്ന അവർക്കൊരു ഇമോഷൻ ഉണ്ട്. അതെങ്ങനെ വിട്ടുപോകും? നമ്മൾ അത് ഒരു ഇൻകംപ്ലീറ്റ് അവസ്ഥയല്ലേ. പിന്നെ ഈ പറയുന്ന ബ്രിട്ടീഷ് എയർവേസ് ക്രൂവിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആ ലാസ്റ്റ് ഷോട്ടിലുണ്ട്. ആ ലേഡി തിരിഞ്ഞിട്ട് ക്രൂ പറയുന്നുണ്ട് എല്ലാം സെറ്റാണ്, അതായത് ആ ബ്രാൻഡ് കമ്മിറ്റഡ് ആണ് എന്ന് ആളുകളെ ധരിപ്പിക്കുന്ന ഒരു മെസ്സേജ് അതിനകത്ത് ഒടുവിൽ ഹ്യൂമൻ ആണ്, കുറച്ചും കൂടെ ഹ്യൂമൻ ആണ്. നമ്മൾ വലിയ കോർപ്പറേറ്റും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ ഞങ്ങളിൽ ഒരു ഹ്യൂമൻ ഉണ്ട്. എനിക്ക് പേഴ്സണലൈസേഷൻ ആക്കുന്ന ഒരു അവസ്ഥ. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, കണ്ടിട്ടില്ലാത്തവർ ഇത് കാണുമ്പോൾ നിശ്ചയമായി നിങ്ങൾ യൂട്യൂബിൽ കയറി കണ്ടു നോക്കി ഈ പറയുന്നതിനെ ജഡ്ജ് ചെയ്യേണ്ട ഒരു കേസാണ്. കാരണം ഇത് പഠിക്കാൻ, ഈ രംഗത്തേക്ക് വരാൻ ഒക്കെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എന്തുകൊണ്ട് ഇത്തരം തോട്ട് പ്രോസസ് ഉണ്ടാകുന്നു, എങ്ങനെ അത് മേക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു പ്രധാനപ്പെട്ട ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ആലപ്പുഴ SD കോളേജിൽ ഡിഗ്രി കഴിഞ്ഞു, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇടവേളകളിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ ശ്രമിക്കും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്, എല്ലാവർക്കും ഇപ്പോൾ അറിയാം. ഞാൻ പറഞ്ഞത് പക്ഷേ ഇതിനിടയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ഒരു ആഡ് ഫിലിം മേക്കറായി മാറുന്നു. 25 വർഷം, അതിൽ 18 വർഷം വോഡഫോൺ. ഇതൊക്കെ പലതവണ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാനത് ഇതിൽ ഈ നിലയിലേക്കൊരു ജേണി ഉണ്ടല്ലോ, അത് വളരെ ആ ഒരു കോർപ്പറേറ്റ് റിലേഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് വൈഭവം എങ്ങനെയാണ് ഉള്ളിലേക്ക് എത്തപ്പെട്ടത്? ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചല്ല. ഞാൻ ഒരിക്കലും ഇൻഫാക്ട് അഡ്വർടൈസിംഗിൽ കണ്ടിന്യൂ എന്ന് വിചാരിച്ചു. ഗ്ലോബൽ MNCs ആണല്ലോ ക്ലയൻസ് ആയി. തീർച്ചയായിട്ടും അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ തുടങ്ങിയത്. ഞാൻ സിനിമയുടെ ഇടയിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഒന്നും പ്രതീക്ഷിച്ചല്ല. അതാണ് ജീവിതത്തിൽ നമ്മള്. അതെങ്ങനെ ആലപ്പുഴ ടു കൊച്ചി ആയിരുന്നു? എന്ത് അല്ല, ഈ ജേണി എങ്ങനെയായിരുന്നു? ഡിഗ്രി കഴിയുന്നു, കൊച്ചിയിൽ സെറ്റിൽ ചെയ്തുകൊണ്ട് ഈ സിനിമയുമായി അല്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി. ഞാൻ ബാംഗ്ലൂരാണ്. ഞാൻ ഇവിടുന്നാണ്. അപ്പൊ മുതല് എല്ലാ വീക്കെൻഡിനും ഞാൻ ഏതെങ്കിലും ഒരു ഫിലിം മേക്കറിനെ പോയി കാണും നാട്ടില് അസിസ്റ്റന്റ് ആയിട്ട്. അങ്ങനെ പിന്നെ 3 വർഷം കഴിഞ്ഞ് റിസൈൻ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ പല ഫിലിം മേക്കേഴ്സിന്റെ കൂടെ നിന്നു. പിന്നെ ഈ ഒരു ആഡ് ഫിലിം മേക്കിങ്ങിന്റെ ജേണി, അതിന്റെ ഒരു ട്രാവൽ എന്ന് പറയാമോ? കാരണം എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ കോർപ്പറേറ്റ് റിലേഷൻസ് മാനേജ് ചെയ്യുന്നതിലേക്ക് അങ്ങനെ ഒരു മാനേജ്മെന്റ് കോഴ്സുകളൊന്നും പഠിച്ചു വന്ന ആളല്ല. BSc സുവോളജിക്കാരനായിരുന്നു. അവിടെ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു ജേണി അല്ലെങ്കിൽ അതിന്റെ സക്സസ് എന്ന് പറയുന്നത് പഠിച്ചു വന്നത് തന്നെയാണ്. നമുക്കൊന്നും അറിയില്ല ആ സമയത്ത്. അതിന്റെ അകത്ത് എനിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം അന്നും ഇന്നും സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആദ്യം പറഞ്ഞ അതെ, അത് മാത്രമേ അന്നും ഇന്നും അറിയുള്ളൂ. ബാക്കി ഇപ്പൊ കോർപ്പറേറ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്ന ആദ്യ സമയത്തൊക്കെ നമുക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ സാമാന്യം വിവരമുള്ള ഒരാൾക്ക് നമ്മൾ പറയുന്ന കാര്യം എന്തായാലും പിടികിട്ടി കഴിഞ്ഞാൽ അവന് മനസ്സിലാവും പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. അതായിരിക്കാം ചിലപ്പോൾ. ഞാൻ അറിഞ്ഞോ അറിയാതെയാണ് ഇവിടം വരെ ട്രാവൽ ചെയ്തത്. ഞാൻ ഒരിക്കലും അഡ്വർടൈസിങ് മുമ്പിൽ വെച്ച് കുറെ നാൾ അഡ്വർടൈസിങ്ങിൽ നിൽക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല. പക്ഷെ എനിക്ക് ഒരു കംപ്ലയിൻസും ഇല്ല. കാര്യം ഞാൻ ഇത്രയും വർഷം അഡ്വർടൈസിങ്ങിൽ നിന്നുകൊണ്ട് ഞാൻ പോകാത്ത സ്ഥലങ്ങളോ രാജ്യങ്ങളോ ഇല്ല. ഞാൻ വർക്ക് ചെയ്യാത്ത ബ്രില്യൻ മൈൻഡ്സ് അക്രോസ് ദ വേൾഡ്.
അതൊക്കെ എന്തോരം എക്സ്പോഷർ ആണെന്നറിയാം എനിക്ക് തന്നിരിക്കുന്നത്. ഞാനായിട്ട് തന്നെ പുഷ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്ത് ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണം, ഇന്ന ആളുടെ കൂടെ കളർ കറക്ഷൻ ചെയ്യണം, ഇന്ന ആളുടെ കൂടെ ക്യാമറ വർക്ക് ചെയ്യണം, ഇന്ന ആളുടെ കൂടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യണം, ഇന്ന സ്റ്റുഡിയോയിൽ എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യാത്ത എല്ലാ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പുഷ് ചെയ്ത് അഡ്വർടൈസിങ് കൊണ്ട് മാത്രം നേടിയെടുത്ത കുറേ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ധാരാളം എക്സ്പോഷേഴ്സ് ഉണ്ട്, ധാരാളം എക്സ്പോഷർ. അല്ല, അത് ഞാൻ പറയുന്നത് ഈ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ്, അതിലൂടെ പറയുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ക്രാഫ്റ്റ്, അതാണോ ഈ പറഞ്ഞ ഗ്ലോബൽ MNCസിനെ നിർവ്വാണയിലേക്ക് അടുപ്പിച്ചത്? തീർച്ചയായിട്ടും ആയിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം എവിടെയോ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാണ്. കാര്യം ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു പലവർക്കും മനസ്സിലാക്കാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അതൊരു ബ്രേക്ക് ചെയ്യപ്പെട്ടത് എവിടെയാണെന്ന് തോന്നി ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്ന ആദ്യ സമയത്തൊക്കെ ഞാൻ ഈ പറയുന്ന എനിക്ക് അഡ്വർടൈസിങ് എന്ന് പറയുമ്പോൾ നോർമലി ആ സമയത്തൊക്കെ വല്ലാത്തൊരു ഗ്ലോസും ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള മോഡൽസും, അതൊന്നും തെറ്റല്ല, ഒരു ഫാഷൻ ഫിലിമിനൊക്കെ ഓക്കെ. പക്ഷെ എനിക്ക് എവിടെയോ സ്റ്റോറി പറയണമെന്ന് തോന്നി, അഡ്വർടൈസിങ്ങിൽ കഥ പറയാം എന്ന് തോന്നി. അത് ആ സമയത്ത് 1-2 പേര്, ഇപ്പൊ ഞാൻ ആ സമയത്ത് അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന VK പ്രകാശ്, VKPയുടെ കൂടെ തന്നെ. VKP അന്ന് ചെയ്ത ഒരു ഓണം, ഏഷ്യൻ പെയിന്റ്സിന് വേണ്ടി ഒരു ഓണം, ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് കണ്ട ഒരു ഫിലിം, എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു ഫിലിമാണ്. കാര്യം ആ ഫിലിമിൽ അദ്ദേഹം അധികം ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല, നോർമൽ ആയിട്ടുള്ള നാട്ടിലുള്ള കുറെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടൊക്കെ ചെയ്ത. ഞാൻ പറഞ്ഞു എന്തൊരു ബ്യൂട്ടിഫുള്ളാ, ലൈറ്റ് ഒന്നും ഉപയോഗിക്കാതെ അഡ്വർടൈസിങ്ങിൽ ഷൂട്ട് ചെയ്യുക, അതിലൊരു മൊമെന്റ് ഉണ്ടാക്കുക. അതേപോലെ അന്ന് പ്രസൂൺ പാണ്ഡെ ചെയ്യുന്ന 1-2 ഫിലിംസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു ആ സ്പേസ് ഉണ്ട് ഇവിടെ, അതിൽ നമ്മുടേതായിട്ട് കുറച്ചും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ പിന്നെ അത് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ മിക്കവാറും സമയങ്ങളിൽ ഞാൻ എന്ത് ഫിലിം ആണെങ്കിലും അതിലൊരു മൊമെന്റ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും. കാര്യം അത് എന്നെ എക്സൈറ്റ് ചെയ്യിക്കും ഷൂട്ടിംഗ് ഫ്ലോറിൽ പോകാൻ. വേറൊരാളത് കാണുമ്പോൾ ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും, ആ മൊമെന്റിനെ പറ്റി പറയും. അതൊക്കെ ആ ബ്രാൻഡിന് വർക്ക് ചെയ്ത് കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വരിക എന്ന് വിശ്വസിക്കുന്നു. ഇതേ കാലയളവിലാണ് ലൈഫിന്റെ ട്രാക്ക് മുന്നോട്ട് പോകുന്നത് അല്ലേ? VKPയുടെ അസിസ്റ്റന്റ് ആയിരുന്നു സ്നേഹ, അതിനുശേഷം നിങ്ങൾ ഒന്നിച്ച് നിർവ്വാണയുടെ ഒരു ജേണി ആരംഭിക്കുന്നത്. അങ്ങനെ കൂടി ഒരു സക്സസ് സ്റ്റോറിയുടെ ഒരു വലിയൊരു, ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാം സംഭവിക്കുകയല്ലേ, നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നത്. സിനിമയിലാകണമെന്ന് വിചാരിച്ചു അഡ്വർടൈസിങ്ങിലായി, അവസാനം ഇപ്പൊ സിനിമ വീണ്ടും അവിടെ വരുന്നു. നമ്മൾ ഒരിക്കലും ആ സമയത്ത് ഏർലി സ്റ്റേജിൽ പ്ലാൻ ചെയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് അതിനൊക്കെ സമയം ഉണ്ടാവും. ഒരു കല്യാണം കഴിച്ച എനിക്ക് ഇങ്ങനെ സിനിമ അത് എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടുമുട്ടുന്നു. പിന്നെ നമ്മൾ ഒരുമിച്ച് ഒരേ പ്രൊഫഷനിൽ കല്യാണത്തിൽ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നിർവ്വാണ ഒരുമിച്ച് തുടങ്ങി. കല്യാണം കഴിക്കുന്ന നിർവ്വാണ തുടങ്ങിയതിന് ശേഷം ഒരു 3.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. ഞങ്ങൾക്കിപ്പോൾ ധാരാളം പേര് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു ഫാമിലി ഇൻഫാക്ട് ബിറ്റ്വീൻ മീ ആൻഡ് സ്നേഹ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എത്രയോ പേര്. അപ്പൊ അതൊക്കെ അറിയാതെ സംഭവിച്ച് നമ്മൾ അതിന്റെ ആ പ്രോസസ്സിൽ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി കണ്ടോണ്ടിരിക്കുകയാണ് പലതും. അപ്പൊ പിന്നെ പ്രകാശ് വർമ്മയുടെ 4ാമത്തെ കുട്ടിയാരാ? അങ്ങനെ ചോദിച്ചു 4ാമത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട കുട്ടികൾ പലതുണ്ട്. ഞാൻ ഓടിക്കുന്ന എന്റെ വാഹനം എന്റെ കുഞ്ഞാണ്. വാഹനങ്ങൾ? അതെ, വാഹനങ്ങൾ എന്റെ കുഞ്ഞുങ്ങളാണ്. ഇന്ന് ഏത് വണ്ടിയിലാണ് ഓഫീസിലേക്ക് വന്നത്? ഇന്ന് ഞാൻ എന്റെ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ സ്വന്തമാക്കിയ ഒരു സ്പോർട്സ് കാറാണ്. വളരെ നേരത്തെ ഏർലി 2000 ഞാൻ അത് നമുക്ക് കസ്റ്റം മേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ 2 വർഷം UK-ലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് കസ്റ്റം മേക്ക് ചെയ്ത് ഞാൻ ആസ്റ്റൺ മാർട്ടിൻ്റെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇവളെന്ന് വേണമെങ്കിൽ പറയാം, അവളെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു. എവറിത്തിങ് ഇസ് ഹാൻഡ് മെയ്ഡ്. അപ്പം ഞാൻ ആ പ്രോസസ്സും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ അവിടെ അവർ വളരെ തീരെ കുഞ്ഞായിരുന്നു അവരുമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൽ ഒരാളാണത്. പല ബ്രാൻഡ് ആസ്റ്റൺ മാർട്ടിൻ. അതെ, എൻ്റെ കൂടെ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പം അത് വളരെ സ്പെഷ്യലാണ്. പിന്നെ ബാക്കിയുള്ളതിലോട്ട് കിടക്കണ്ട, ഞങ്ങളുടെ അപ്പൊ അതിലാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ട് പറയണ, അതിലാണ് വന്നത്. അതിൻ്റെ അകത്ത് കയറി ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അനുഭൂതിയാണ്. കാര്യം അവളെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച്. അതൊക്കെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഞാനും കൂടെ ബ്ലെൻഡ് ചെയ്ത് വളർന്നു വന്ന ബ്രാൻഡാണ്, എൻ്റെ കൂടെ തന്നെ വളർന്നതാണ് വോഡഫോൺ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു നിർവ്വാണയുടെയും എന്റെയും സർക്കാർ സർവീസ് പോലെ അത്ര ലോങ് ഡ്യൂറേഷനിലൊരു ആഡ് കമ്പനിയും 18 വർഷം ആയിട്ട്. അപ്പൊ അത് പെൻഷൻ തരണം. അതെ, അപ്പം അങ്ങനെ ബ്രാൻഡുകൾ എൻ്റെ കുഞ്ഞുങ്ങളാണ്.
അങ്ങനെ ധാരാളം കുട്ടികളുണ്ട്. പല ഇന്റർവ്യൂസിലും പറയുന്ന കാര്യങ്ങളൊക്കെ കയറി അവിടെ ഇവിടെയൊക്കെ വരും. പക്ഷേ ഓഡിയൻസ് ഡിഫറൻ്റ് ആണെന്നുള്ളത് കൊണ്ടുകൂടി ഞാൻ ജാമ്യം എടുത്ത് ചോദിക്കുകയാണ്. ഇപ്പോൾ ആ കാലത്ത് ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഏറ്റവും വലിയ ടെലികമ്മ്യൂണിക്കേഷൻസ് ബ്രാൻഡിന്റെ പരസ്യങ്ങൾ വരുന്ന കാലത്താണ് പഗ്ഗിനെയും കൊണ്ടുവന്നത്. അതെ, ഈ പഗ് വന്നതിലും ഒരു കഥയുണ്ട് അല്ലേ? അത് ചേർത്തലയിലെ ആ കുട്ടിക്കാലത്തിന്റെ കഥ മാത്രമല്ല, ഇവനെ കണ്ടെത്തിയതിലും ഒരു വലിയ അവനെ കണ്ടെത്തില്ല. കാര്യം അത് ഒഗിൽവി ആയിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രീലാൻസ് അല്ലായിരുന്നു. അത് ഒഗിൽവി ആൻഡ് മാൻസർ എന്നെ അപ്രോച്ച് ചെയ്ത് അവരെഴുതിയ ടാഗ് ലൈനിലെ ഒരു സ്പേസ് ആണ്. അതിൽ ഞാൻ എന്റെ കുട്ടിക്കാലം അതിനകത്ത് ചേർത്തു എന്നിട്ട് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഞാനത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. അത് ആ സമയത്ത് വരുന്ന കമേഴ്ഷ്യൽസിനൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളും, വളരെ ബ്ലോക്ക് ഫ്രെയിമിൽ ഒരു കാര്യവും സംഭവിക്കാതെ, എന്നെ നോക്കൂ ഞാൻ ഭയങ്കര ഫിലിം മേക്കർ ആണെന്നൊന്നും കാണിക്കാതെ, ബ്ലോക്ക് ലെൻസ്, ബേസിക് ബ്ലോക്ക് ഫ്രെയിം, മൂവ്മെന്റ്സ് ഇല്ലാതെ ബ്ലോക്ക് ലെൻസിൽ ഒരു കുട്ടി ഒരു പട്ടി എന്ന് പറയുന്ന ഗ്രാഫ് അത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ചില മൊമെന്റുകളുണ്ട്. അവൻ ചാടിയാ ഇവൻ ചാടും, അവൻ കിടന്നാ ഇവൻ കിടക്കും, അവൻ ഇരുന്നാ ഇവൻ ഒരേ പാറ്റേൺ, വേറെ വയ്യുകോ ഐ വിൽ ഫോളോ എന്ന് പറയുന്ന സ്പേസ് എനിക്ക് തന്നതാണ്. ഒഗിൽവി തന്ന സ്പേസിൽ ഞാൻ അതിൽ ഫിലിം ഉണ്ടാക്കിയത്. ദാറ്റ് വാസ് എ ഹ്യൂജ് ടേണിംഗ് പോയിന്റ് ഇൻ അഡ്വർടൈസിങ്. കാര്യം അത്ര ലളിതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞൊരു സ്പേസിൽ ഇൻഫാക്ട് കുറേയൊക്കെ മാറ്റങ്ങൾ അതോടുകൂടി റെവല്യൂഷണറി ആയിട്ടൊരു ചേഞ്ച് തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ ചർച്ച ചെയ്യാനൊക്കെ കൂടുതൽ ഒപ്പോണൻസിന്റെ തോട്ട് പ്രോസസ്സിലായിരിക്കും. നോക്കും നമ്മൾ എത്ര തരത്തിൽ ചെയ്യുന്നു, എത്ര സിമ്പിളായി ചെയ്ത് ആളുകളെ കീഴടക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്കുള്ളൊരു വലിയ. അതുപോലെ തന്നെ ഈ വോഡഫോണിന് വേണ്ടിയിട്ട് ആ IPL സീരീസിലല്ലേ 30 days സൂസു പരീക്ഷണങ്ങൾ, 30 ദിവസം അവിടെ 30 days അല്ലേ, എല്ലാ ദിവസവും പുതിയ ഫിലിംസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഫിലിംസ് ചെയ്യണ്ടേ. അപ്പൊ അതൊക്കെ ഈ പറയുന്ന ഒരു ബ്രാൻഡ് ടീം, അതായത് അവിടുത്തെ മാർക്കറ്റിംഗ്, ഇപ്പം അവിടെ ഹരിതൻ കവിത എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് ഹെഡ്സിന്റെ നമ്മൾ വളരെ അടുത്ത് ഞങ്ങൾ ഒരുമിച്ച്, ഒഗിൽവിയിലെ പീയൂഷ് ഉണ്ട്, രാജീവ്, മഹേഷ്, കിരൺ എന്നൊക്കെ പറയുന്ന ഒരു ടീം വർക്കാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ട്രാവൽ ചെയ്ത് ഞങ്ങൾ കയറ്റവും ഇറക്കവും സഹിച്ചൊരു ബ്രാൻഡ് ബിൽഡിംഗ് ആയിരുന്നു. അപ്പൊ ഈ പറയുന്ന ഈ സൂസൂസ് വരുന്നതിന് മുമ്പ് ആ ബ്രാൻഡിന്റെ ഇമേജ് വളരെ ക്യൂട്ടായിട്ടൊരു സ്വീറ്റ് ആയിട്ടൊരു ബ്രാൻഡാണ്. അങ്ങനെ അത് സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പീയൂഷ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഓൾവേസ് യു ഷുഡ് പ്ലേ ബിഗർ ഗെയിം, യു ഷുഡ് ടേക്ക് റിസ്ക് ആൻഡ് പ്ലേ ബിഗർ ഗെയിം. അത് സാധാരണ ഒരു ബ്രാൻഡ് മാർക്കറ്റിംഗ് മാനേജേഴ്സ് സമ്മതിക്കാത്ത കാര്യമാണ്. നമ്മൾ ഇത് തന്നെ ചെയ്തങ്ങ് പോയാൽ പോരെ. പക്ഷെ ആ സമയത്ത് റിസ്ക് എടുത്ത് അതിനെ, ആ ബ്രാൻഡിനെ വേറൊരു ടോണിലാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു സൂസൂസ്. അത് 2-3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ആശാ ബാല എന്ന് പറഞ്ഞിട്ട് ഒരു അങ്കിൾ ആന്റി സീരീസ്, അത് ഇവരല്ലായിരുന്നോ ഡാൻസേഴ്സ് ആയിരുന്നു. അത് വളരെ പോപ്പുലർ ആയിരുന്നു. ധനഞ്ജയൻ ഒബ്വിയസ്ലി അവർ രണ്ടുപേരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്ത് ഗോവൻ. അതെ അതൊക്കെ തന്നെ ഒരു 2 വർഷം പോയി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഡോഗ് ആൻഡ് ബോയ് എന്ന് തുടങ്ങി ഒരു ബ്രാൻഡിന്റെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബ്രാൻഡ് വളരുകയാണ്. അപ്പൊ അതൊക്കെ മഹാഭാഗ്യമാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ച്. ഒരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക, അത് സക്സസ്ഫുൾ ആവുക, അഡ്വർടൈസിങ് കൊണ്ട് മാത്രം ആൾക്കാർ ആ ബ്രാൻഡുമായിട്ട് കണക്റ്റഡ് ആകുക, അതിന്റെ ഓണർഷിപ്പ് എടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. ഒരു വലിയ യാത്ര. ഞാൻ ചോദിക്കുന്നത് ഈ ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫോം ഔട്ട് ആകാതെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ നിന്ന് ബാറ്റ് ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ഒരു സ്ട്രഗ്ലിംഗ് പണിയല്ലേ? കാരണം വെച്ചാൽ അത്ര ആളുകളുടെ ടേസ്റ്റിനെ എല്ലാ സമയവും സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോൾ അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചില ഷൂട്ടൊക്കെ എങ്ങനെ ഞാൻ മാനേജ് ചെയ്തെന്ന് തോന്നുമായിരിക്കാം. പക്ഷെ എനിക്കിപ്പോഴും അതൊരു സ്ട്രഗിൾ ആയിട്ട് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഓഫീസിൽ വന്നിട്ട് ഒരു ഫിലിമിൻ്റെ ബോർഡ് എഴുതുക, അല്ലെങ്കിൽ ഞാനൊരു സ്ട്രക്ചർ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് കോൺവെർസേഷനിൽ ഇരുന്നിട്ട് അതിൻ്റെ ഷൂട്ടിന് പോകുന്ന സമയത്തേക്ക് ഇന്നും ഞാൻ എക്സൈറ്റഡ് ആണ്. എനിക്കതൊരു വലിയൊരു പ്രശ്നമാണ്. കാര്യം അതുകൊണ്ടാണ് രാവിലെ എണീക്കുന്നതും നമ്മളൊരു പുതിയ എന്തോ ഒരു കാര്യം. ഇപ്പൊ ഞാൻ ചെയ്തൊരു ക്യാമ്പയിൻ, എനിക്ക് അതിനെപ്പറ്റി ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, ഫസ്റ്റ് വീക്കിൽ ഇറങ്ങും. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതേ പാറ്റേണിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒന്നുകൂടിയാണ്, വളരെ ക്വിക്കായിട്ട് നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് പോകാം. ഷാരൂഖിന്റെ ദുബൈ ആഡ് വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹത്തെ അതൊരു വളരെ ഡിഫറെന്റ് ആയ തോട്ടായിരുന്നു. അദ്ദേഹത്തെ പോലൊരു സെലിബ്രിറ്റിയെ കൊണ്ടുപോയി ഉപയോഗിക്കുക, യൂസ് ചെയ്യുക, അത് അദ്ദേഹത്തിന് തന്നെ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൊണ്ടൊരാളെ വിടുന്ന സമയത്ത് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ഒരു പ്ലെയിനിൻ്റെ അകത്ത് ആ ചൂടത്തിരിക്കുക,
കാര്യം അദ്ദേഹം നേരത്തെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അറിയും. ആ സമയത്തൊക്കെ കോപ്പറേറ്റ് ചെയ്ത് ഭയങ്കര സുഖമാണ്. ഈ പറയുന്ന അദ്ദേഹമാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മതിയാവില്ല. കാര്യം ഒരു ഫിലിം മേക്കറിന് വേണ്ടത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഫിലിം മേക്കർ ഇരുന്നാൽ നമുക്ക് ശരിക്കും മോൾഡ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ സ്പേസ് ഉണ്ടാക്കാം. അതാണ് ഒരു ആക്ടർ ഫിലിം മേക്കർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഉള്ളവരൊക്കെ അവരിന്നും പല തലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഡെഡിക്കേഷനും അവരുടെ ബിഹേവിയർ പാറ്റേണും ആബ്സല്യൂട്ട്ലി ജെംസ് ആണ് ഇവരൊക്കെ. ആ ഡെഡിക്കേഷനാണ് പ്രകാശ് വർമ്മ എന്ന രാജ്യത്തെ ടോപ്പ് ക്ലാസ് ആഡ് ഫിലിം മേക്കറെ അത്ര ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഫീച്ചർ ഫിലിം ഡയറക്ടർ ആവുക എന്ന് പ്രതീക്ഷിക്കണം. ഒരു ഡേറ്റ് പറഞ്ഞു. അല്ല, സിനിമ ആയതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പലപ്പോഴും ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പലപ്പോഴും ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ പറയുന്നില്ല. ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സിലാണ് ഇപ്പൊ. അതെന്ന് വരും എന്നൊന്നും അറിയില്ല. അനൗൺസ്മെന്റ് ഈ വർഷം പ്രതീക്ഷിക്കാമോ? ഷൂട്ട് അടുത്ത വർഷം? അത് എന്റെ 3rd ഡ്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞാലേ പറ്റുള്ളൂ. ഞാൻ ഇപ്പം സ്ക്രിപ്റ്റിൽ മാത്രമാണ് മുഴുകിയിരിക്കുന്നത്. വേറെ സ്ക്രിപ്റ്റിംഗ് നടക്കുകയാണ്. ഇതിനിടയിലാണ് അടുത്ത നവംബറോടുകൂടി ചിലപ്പോൾ ഒരു ആക്ടിംഗിൽ ഒരു നെക്സ്റ്റ് ഫിലിം എന്ന് പറയുന്ന ഒരു സാധ്യത ഉണ്ടാവാം. അപ്പൊ ഈ 2 സ്ഫിയറിലും പ്രകാശ് വർമ്മയെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഉടൻ. തീർച്ചയായിട്ടും ഞാൻ സിനിമയിൽ ഉണ്ടാവും. അതിന് സംശയമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഏതായാലും നിർവ്വാണയിലും സിനിമയിലും ഒരുപോലെ ഗംഭീരമായി ഇതുപോലെ മുന്നോട്ട് പോട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. നക്ഷത്രമനയിൽ ഒരു ദിവസം വരുന്നുണ്ട് കാണാൻ. എനി ടൈം, ഓൾവേസ് മോസ്റ്റ് വെൽക്കം. താങ്ക് യു സോ മച്ച്. ഫാന്റാസ്റ്റിക് മൊമെന്റ്. താങ്ക് യു.